സ്നേഹമീത്, എന്തോരു ത്യാഗമീത്. മൂന്നാണിമേൽ തൂങ്ങും നേരത്തും അങ്ങനെ ഓർത്തല്ലോ. മൂന്നാണിമേൽ തൂങ്ങും നേരത്തും അങ്ങനെ ഓർത്തല്ലോ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ചില മാസങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 2 months-ആയി, അതിന് ശേഷം കുടുംബമായിട്ട് ചർച്ചിൽ കടന്നു വരുവാനും ജീവനുള്ള ദേശത്തെ ജീവനുള്ള സാക്ഷിയായി ദൈവം എന്നെ നിർത്തിയവൻ കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എൻഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ ഞാൻ ചർച്ചിൽ പോരാനായിട്ട് എഴുന്നേറ്റപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ജീവനോടെ കാണത്തില്ലായിരുന്നു, എന്നാൽ ജീവനുള്ള ദേശത്ത് ജീവനുള്ള സാക്ഷി എൻ്റെ ദൈവജനങ്ങളുടെ മധ്യേ എന്നെ സാക്ഷിയായിട്ട് നിലനിർത്തൽ നന്ദി പറയുന്നു. എന്നാൽ നിൻ്റെ സാക്ഷ്യം ഞാൻ ഇന്ന് പറയുമ്പോൾ പ്രാഗൽഭ്യത്തോടെ നിന്ന് പറയുവാനും കരയാതെ നിന്ന് പറയുവാൻ ഇടയാക്കണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ആ വലിയ കൃപ, ആ വലിയ കരുതൽ, എന്നോട് കാണിച്ച സ്നേഹം, അത് ഓർക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ സാധ്യമല്ല. ഞാൻ കരയാൻ ആഗ്രഹിച്ചില്ലെങ്കിലും എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും സമയത്തിൻ്റെ ചുരുക്കം ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കി എന്നാൽ സാധ്യമായ രീതിയിൽ ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞാൻ ജൂൺ 26-നാണ് ഇവിടുന്ന് നാട്ടിലേക്ക് കടന്നുപോയത്. അപ്പം ആ ആഴ്ചയിൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പം വെറും 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതായത് ഞാൻ വളരെ സിംറ്റമാറ്റിക് ആയിരുന്നു, എനിക്ക് യാതൊരു സിംറ്റംസ് ഉണ്ടായിരുന്നില്ല, ഞാൻ വളരെ ഫിറ്റ് ആൻഡ് വെല്ലായിട്ടിരുന്ന സമയമായിരുന്നു. ദൈവം എന്നെ ദർശനത്തിൽ കാണിച്ചു. അങ്ങനെയാണ് പിന്നെ ആ ദൈവം എനിക്ക് ഒരു പെയിൻ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് വരെ കാണിച്ചു. ആ രീതിയിൽ എനിക്ക് പെയിൻ വന്നപ്പോഴാണ് ഞാൻ, അയ്യോ, ഇത് ദൈവം അറിയിച്ച കാര്യമാണല്ലോ, ഇതെന്തോ പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കി ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്. എന്നാൽ അതിൻ്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങളും കൂടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് ഞാൻ പറയാതെ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തതിന് ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ, അതായത് ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പോൾ അത് ആ നടത്തിയ വിധങ്ങൾ അത് ഇൻകംപ്ലീറ്റ് ആയപ്പോൾ അതിൻ്റെ രീതിയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ ദൈവം എങ്ങനെ എന്നെ കരം പിടിച്ച് വഴി നടത്തി എന്നുള്ള ആ സാക്ഷ്യം പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ ഒരു 2 വർഷമായി ഞാൻ ഒരു സ്പിരിച്വൽ വാർഫെയറിലായിരുന്നു. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾക്ക് ബാറ്റിലുള്ളത് എപ്പോഴും സാറ്റാനിക് ആ ഏരിയയിലോട്ടാണ്. അപ്പോൾ സാത്താൻ നമ്മളോട് എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ലൈഫിനോട് മാത്രമല്ല, എൻ്റെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫിൽ ശത്രു എന്നെ ഇങ്ങനെ വളരെയധികം എന്നോട് പോരാടിക്കൊണ്ടിരുന്നു. അതെനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. അങ്ങനെ വിഷയം വെച്ച് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല, ഇവൻ എൻ്റെ ഫാമിലിയിൽ പോലും പറഞ്ഞിരുന്നില്ല. എൻ്റെ മനസ്സിലത് വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയായിരുന്നു. അങ്ങനെ പല വിഷയങ്ങളിലേക്ക് മറുപടി ലഭിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നു, 2025 വാച്ച് നൈറ്റ് സർവീസിന് ഞാനിവിടെ ഫ്രണ്ട് സീറ്റിലിങ്ങനെ ഇരിക്കുമ്പോൾ, സാധാരണ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും സമർപ്പിച്ച് ഹോൾ ചർച്ച്, നാട്ടിലുള്ള ചർച്ചസ്, എനിക്കറിയാവുന്ന പാസ്റ്റർ ആൻഡ് ഫാമിലീസ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവസാനം ഞാൻ എന്നെയും സമർപ്പിച്ച് എൻ്റെ ഫാമിലിയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറയും, ദൈവം എല്ലാവരും നീ കാത്തു പരിപാലിച്ചല്ലോ, നന്ദി പറയുന്നു. എന്നാൽ മുമ്പോട്ടുള്ള വർഷവും നീ സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് ഞാൻ ആ 12 midnight കടക്കുന്ന സമയത്താണ് ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ചെയ്തു വന്നേക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ലായിരിക്കാം, എല്ലാവർക്കും ഓരോരോ രീതിയാണ്, പക്ഷേ എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇവിടെ ഇരുന്നിങ്ങനെ 12 midnight കിടക്കാൻ നേരം ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞു. കഴിഞ്ഞ 1 വർഷക്കാലം നീ സൂക്ഷിച്ചു, പലവിധ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിച്ചു, മുമ്പോട്ടും നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഫൈനലി ലാസ്റ്റ് എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കരമായൊരു ഭാരമുണ്ടാകുവാനിടയായി. എനിക്ക് എൻ്റെ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വളരെ ഡിസ്ട്രാക്റ്റഡായി. ദൈവത്തിൻ്റെ ആത്മശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. ഇവിടെ ഇരിക്കുമ്പോഴാണ്, അതായത് ഈ ഒരു ഇയർ നന്നായിട്ട് പോകത്തില്ല, അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകാനിടയായി. ഞാൻ പെട്ടെന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എന്താണിത്, നീ എന്നെ പരിപാലിച്ചു കൊള്ളുമാറാകണം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇതിൽ ഇനിയുമുണ്ട്. ചില സാക്ഷ്യങ്ങൾ ഞാൻ ഈ ചർച്ച കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പറയാത്ത സാക്ഷ്യങ്ങളുമുണ്ട്. ദൈവം അങ്ങനെ കരം പിടിച്ച് വഴി നടത്തി. ഐ നോ ഗോഡ് ഈസ് പ്രിപ്പയറിംഗ് മീ ഫോർ സംതിങ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്തായിരുന്നാലും ദൈവം എന്ത് പ്രതിസന്ധി ആയിരുന്നാലും ഇത്രത്തോളം നീ വഴി നടത്തി. പല പ്രാവശ്യം ഞാൻ മരണപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നീ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ എന്നെ ഇവിടം വരെയും നീ കൊണ്ടുവന്നുവെങ്കിൽ ഇനിയും നീ നടത്താൻ ശക്തനാണ്, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു.
അങ്ങനെ നമ്മൾ പ്രെയർ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ അതിനുശേഷം ഞാൻ ഓരോ ദിവസവും, അതായത് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ശക്തമായൊരു പെയിൻ, വളരെ ഭാരം ഇങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ ഓരോ ദിവസം ഞാനിങ്ങനെ January 1 ഇന്ന് ഞാൻ ദൈവം എന്നെ സൂക്ഷിച്ചല്ലോ, ഗ്രേറ്റ്ഫുള്ളാണ്, നന്ദി പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഞാൻ കടത്തിവിടാൻ തുടങ്ങി. ബിക്കോസ് എന്തോ പ്രതിസന്ധി ഉണ്ടെന്ന് ദൈവം ശക്തമായിട്ട് എനിക്ക് അറിയിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ജനുവരി മാസം കഴിഞ്ഞു പോയി, ഫെബ്രുവരി മാസം കഴിഞ്ഞു പോയി, മാർച്ച് ആയപ്പോൾ ഞാനിങ്ങനെ ദർശനം കാണാൻ തുടങ്ങി. ഞാൻ മരണപ്പെട്ടു പോകുന്ന ദർശനം കാണാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ചാണ് ഞാനിത് പറയുന്നത്. ഇത് ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവമായിട്ട് ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരുന്നു. സാധാരണ എന്തുണ്ടെങ്കിലും എൻ്റെ പാരൻസിനോട് ഞാൻ പറയുന്നതാണ്, ഞാൻ മോളുമായിട്ട് ഷെയർ ചെയ്യും, അവൾക്കും വിശ്വാസത്തിൽ വർധനവ് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു. ഈ വിഷയം വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈവൻ ഡ്യൂട്ടി സമയത്ത് പോലും ഞാനിങ്ങനെ, ഡ്യൂട്ടി സമയത്ത് നമ്മൾ പേഷ്യൻസിന് മെഡിസിൻ എടുക്കാൻ മെഡിക്കേഷൻ റൂമിൽ പോകുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നടക്കുമായിരിക്കും. പെട്ടെന്ന് ഈവൻ കണ്ണ് തുറന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ കണ്ണു മുമ്പ് ഞാനിങ്ങനെ കാണും എൻ്റെ ഡെഡ് ബോഡി കോഫിനെടുത്ത് വെക്കുന്നത്. ഞാൻ 3 പ്രാവശ്യം ദർശനം കാണാനിടയായി. ഞാൻ പലപ്പോഴും നഴ്സിംഗ് സ്റ്റേഷനിൽ പോയിരുന്നിട്ട് ഞാൻ ദൈവത്തോട് പറയും, ദൈവം എന്താണിത്, എന്ത് പ്രതിസന്ധിയാണിത്, എനിക്കിത് മനസ്സിലാക്കി തരണം, എന്താണിത്, എനിക്കിങ്ങനെ ഇതിനു മുമ്പ് ഞാനിങ്ങനെ പ്രതിസന്ധിയിൽ വന്നിട്ടുണ്ടല്ലോ, ഇതെന്താണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാർച്ച് മാസം കടന്നുപോയി. ഏപ്രിലായപ്പോൾ ഞാനിങ്ങനെ പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക്, ഇങ്ങനെ ലോങ് ടൈം ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ ശക്തമായിട്ട് ദൈവം എന്നോട് സംസാരിച്ച് ഹൃദയത്തോട് ഇടപെടാൻ തുടങ്ങി. അതായത് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പോകുവാണ്. അപ്പം ഞാൻ വിശാചി ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഞാൻ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ പേഷ്യൻ്റ് വളരെ നാളുകളായിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ഞാനാണ് ഞാൻ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ഫാമിലിക്ക് എന്തോ കൺസേൺസ് ഉണ്ട്, അതൊക്കെ ഞാൻ അവരോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തോടെ ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ പറയുന്നത്, നിനക്കിങ്ങനെ ഒരു അവസ്ഥ വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ, അതായത് ഫാമിലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഡിസ്ട്രാക്ട് ആയിട്ട് പുറകോട്ട് നോക്കി. അപ്പോൾ പേഷ്യൻ്റെ ഫാമിലി ചോദിച്ചു, വാട്ട് ഹാപ്പൻ. കാരണം ഞാൻ അൺയൂഷ്വലായിട്ട് ബിഹേവ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തോ ഒരു അൺയൂഷ്വൽ സൗണ്ട് കേട്ടിട്ട് പുറകെ തിരിഞ്ഞു നോക്കിയതാ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പേഷ്യൻ്റുമായിട്ട് സംസാരിച്ചു. എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു വിഷമം. വിഷമം എന്ന് വെച്ചാൽ ഇതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ ദൈവത്തോട്, നമ്മളെല്ലാവരും വചനം വായിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമ്പം രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും പേഴ്സണൽ പ്രെയർ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ദൈവത്തോട്, ദൈവമേ എനിക്കുള്ള വചനം ഇന്ന് എനിക്ക് ഉള്ള ആലോചന വചനത്തിൽ കൂടെ തരണം എന്ന് ഞാനിങ്ങനെ പറയാറുണ്ട്. അത് നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേക്ക് ആ കാലഘട്ടം മുതൽ, ആ സമയം മുതൽ എനിക്ക്, നമ്മൾ ദൈവഭക്തന്മാർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മരിക്കും അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള വചനങ്ങൾ എനിക്ക് നിരന്തരം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നിൻ്റെ ഹിതം അതാണെങ്കിൽ നടക്കട്ടെ, എനിക്കറിയില്ല ഇതെന്തുവാണെന്ന്, പക്ഷേ എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് പേരൻസ് ഉണ്ട്, നീ ഇതെല്ലാം അറിയുന്നു, ഇതെന്താണ് എന്നോട് നീ ഇങ്ങനെ ആലോചന പറഞ്ഞെന്നാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. കുറേ മാസങ്ങളോളം ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് വരെയും ഞാൻ വചനത്തിൽ നിന്ന് ആലോചന ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ആലോചന അതാണ്, ഈ വർഷം നീ മരണപ്പെട്ടു പോകും, അതനുസരിച്ചുള്ള വചനത്തിൽ നിന്നും വചനം എനിക്ക് ലഭിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി എന്നെ വിട്ടുകൊടുത്തു. ദൈവത്തോട് ഞാൻ പറഞ്ഞു, ദൈവത്തോട് ചോദ്യം ചെയ്യാൻ എനിക്ക് അധികാരമില്ല, എന്ത് തന്നെയായിരുന്നാലും നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം, നീ എല്ലാം നന്മയ്ക്കായി ചെയ്യുമെന്നാണ് വചനത്തിൽ പറയുന്നത്, അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ അപ്പം ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഡ്യൂട്ടി ചെയ്യും. ഞാൻ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ പോയപ്പോൾ ഒരു കൊളോസ്റ്റമി ചെയ്ത പേഷ്യൻറ്റ്, അതൊരു ലോങ് ടൈം പേഷ്യൻ്റാണ്, വളരെ ഫ്രജൈലാണ്, ഇന്ന് നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പേഷ്യൻ്റ്, അത്രയും ഫ്രജൈലായിട്ട് സിക്കായിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ ഒരു PM ഷിഫ്റ്റായിരുന്നു എനിക്ക്. ഞാൻ ആ പേഷ്യൻ്റെ അടുത്ത് പോയപ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഒരു ശബ്ദം കേട്ടു, നിനക്ക് ഈ അവസ്ഥ വരും. അന്നേരവും ഞാൻ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയോട് സംസാരിക്കുന്ന ഒരു സമയമാണ്. അന്നേരവും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഞെട്ടി പെട്ടെന്ന് ഇതാരാ എന്നോട് ഇങ്ങനെ പറയുന്ന ഓർത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഫാമിലി എന്നോട് പറഞ്ഞു, അത് വേറൊരു പേഷ്യൻ്റാണ്, എന്ത് പറ്റി ഫാമിലി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, എന്തോ ഒരു ശബ്ദം കേട്ടു, ഞാൻ തിരിഞ്ഞ് നോക്കിയതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേഷ്യൻ്റെ ഫാമിലിയോട് ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് അത് കൺക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് നഴ്സിംഗ് സ്റ്റേഷനിൽ പോയിരുന്നു. ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇതെന്താണ് എനിക്കിങ്ങനെയൊക്കെ നീ എന്നെ അറിയിക്കുന്നത്, എനിക്ക് കാര്യം അറിയത്തില്ലല്ലോ. ഞാൻ എന്നെ തന്നെ എക്സാമിൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ല, എല്ലാ ബോഡി ഫങ്ഷൻസൊക്കെ നോർമലാണ്, പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ? അപ്പോൾ ഞാനത് കണ്ടതിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. എനിക്ക് പറയാൻ റീസൺസ് ഒന്നുമില്ല, ജസ്റ്റ് എനിക്കൊരു സ്കാൻ ചെയ്യണം, എനിക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ടെസ്റ്റ്, ആ ഡോക്ടർ നല്ലൊരു ഡോക്ടറായിരുന്നു, GP, പുള്ളിക്കാരിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു. എൻ്റെ ക്യാൻസർ ടെസ്റ്റൊക്കെ ഞാൻ ചെയ്യാനിടയായി, അതൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇതൊക്കെ നെഗറ്റീവാണല്ലോ, പിന്നെ ഞാൻ മരിക്കും
അല്ലെങ്കിൽ എനിക്ക് കൊളോസ്റ്റമി, ഇതൊക്കെ എന്താണെന്ന് ഞാനിങ്ങനെ മനസ്സ് ചിന്തിച്ചു. കൊളോസ്റ്റമി മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം കൊളോസ്റ്റമി എന്താണെന്ന്. എന്നാൽ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ് ക്യാൻസറിൻ്റെ ട്യൂമർ കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ബ്ലോക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് ഇൻറ്റസ്റ്റൈൻ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ നമുക്ക് മോഷനൊന്നും നോർമൽ പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വയറിൻ്റെ ഒരു സൈഡിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇൻറ്റസ്റ്റൈൻസിനെ കട്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ്, ആ കട്ട് ചെയ്തിട്ട് ഒരു എൻഡ് അവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യും. പിന്നെ നമ്മൾ മോഷൻ പാസ് ചെയ്യുന്നതൊക്കെ ആ വഴിയിൽ കൂടെ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ബാഗ് നമ്മൾ പിടിപ്പിക്കും. അതാണ് കൊളോസ്റ്റമി എന്ന് പറയുന്ന പ്രൊസീജിയർ. ടെമ്പററി ആകാം, പെർമനൻ്റ് ആകാം, പക്ഷേ ഡിപ്പെൻസ് അപ്പോൺ ദ കണ്ടീഷൻ. അത് ചെയ്ത് കഴിയുമ്പോൾ പല പേഷ്യൻസിലും ടെമ്പററി ആണെന്ന് പറഞ്ഞ് ചെയ്യും, പക്ഷേ അത് പെർമനൻ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിപ്പോഴും കാര്യം അറിയത്തില്ല. ഞാൻ ടെസ്റ്റുകളൊക്കെ ഞാൻ ചെയ്തു, അബ്ഡോമിനൽ സ്കാൻസ് ചെയ്തു, അതൊക്കെ നെഗറ്റീവാണ്. പിന്നെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പം ഇത് അതിന് മുമ്പ് ഞാനിവിടെ സാക്ഷ്യവാചകങ്ങളിൽ പറഞ്ഞ 2 ഇൻസിഡൻസിന് മുമ്പുള്ള കാര്യമാണ്. അതിനുശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്കൊരു അസുഖം, ഒരു പ്രതിസന്ധി വരുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു, നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ പേരൻസിനോട് ഇതൊന്നും പറയുന്നില്ല. ഞാനിങ്ങനെ ദർശനം കാണുന്നുണ്ട്, ഇതൊന്നും ഞാൻ അവരെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ GP കൊണ്ട് കാണിച്ചു. അപ്പം അങ്ങനെ ഇരിക്കെ എനിക്ക് ദർശനം പിന്നെയും കിട്ടി. അതായത് ഞാനിങ്ങനെ വയറ് വളരെ ടൈറ്റായിട്ട് പിടിച്ച് എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാനൊരു ബെഡിൽ ഇങ്ങനെ കിടക്കുന്നു. തീരെ എനിക്ക് പറ്റുന്നില്ല. അപ്പം അങ്ങനെ എൻ്റെ മദർ അത് പറഞ്ഞു 1-2 മാസം കഴിഞ്ഞ്, ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ദർശനം കാണുന്നത്. അപ്പം അതിനുശേഷം ഞാനുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു, എനിക്ക് ആ പെയിൻ അങ്ങനെ തന്നെ ഉണ്ടായി. ഞാൻ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോകാനിടയായി. അങ്ങനെ സ്കാൻ ചെയ്തു, പിന്നെയും എൻ്റെ അബ്ഡോമിനൽ സ്കാൻ ചെയ്തു, നോർമലായിരുന്നു. അത് എൻ്റെ യൂട്രൈൻ സ്കാൻ ചെയ്തു, 2 വിധത്തിലുള്ള യൂട്രൈൻ സ്കാൻസ് ഉണ്ട്, അതൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഫൈൻഡിങ്സ് കാണുവാനിടയായി. അപ്പം അന്നേരം ഞാൻ ഓർക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ പെയിനൊക്കെ സബ്സൈഡായി. അപ്പം ഞാൻ ഓർത്ത് കുഴപ്പമില്ല, ഒരു 6 മന്ത്സ് കഴിഞ്ഞ് നാട്ടിൽ പോകാം, കാരണം മോളുടെ ക്ലാസ്സസ് ഞാൻ മിസ് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. ഇപ്പം നാട്ടിൽ പോയാൽ അവൾക്ക് കോളേജിലല്ലേ, അപ്പം പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് ക്യാച്ചപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 6 മന്ത്സ് കഴിഞ്ഞ് പോകാം എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ സ്കാൻ ചെയ്തു, അന്ന് എനിക്ക് ഓഫായിരുന്നു. സ്കാൻ ചെയ്തു, ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റിസൾട്ട്സൊക്കെ കണ്ടു. ഞാൻ കുറച്ച് കൺസേൺ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ എൻ്റെ രീതിയിൽ ചിന്തിച്ചു. അപ്പം ഞാൻ അത് സ്കാൻ വെച്ചിട്ട് അന്ന് അച്ചാച്ചൻ ജോലിക്ക് പോയേക്കുവാണ്. എന്നെ കൊണ്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ചാച്ചൻ വീട്ടിലില്ല, മോൾ കോളേജിൽ പോയേക്കുവാണ്. ഞാൻ സ്കാനൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ വായിച്ചിട്ട് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, 6 മന്ത്സ് കഴിഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യും, ഇപ്പോൾ ഉടനെ പോകുന്നില്ല. അങ്ങനെ മനസ്സിൽ ഞാൻ അങ്ങനെ ഡിസിഷൻ എടുത്തപ്പോൾ പെട്ടെന്ന് എൻ്റെ ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞില്ല, നീ മരിച്ചു പോകും, നീ ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പം ഞാൻ ഓർത്ത് ഞാനെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ പിന്നെ അപ്പം അത് അന്നേരം പെട്ടെന്നൊരു ശബ്ദം പോലെ എൻ്റെ ചെവിയിൽ വന്നു, നീ ഇപ്പോൾ ടിക്കറ്റ് ഈ നിമിഷം ഓൺ ദ സ്പോട്ടിന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ റൂമിൽ നോക്കി, അവിടെ അങ്ങും ആരുമില്ല. ഞാൻ പെട്ടെന്ന് വെളിയിൽ പോയി നോക്കി, ഇത് എന്താ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്? ഇല്ല, നീ ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, നീ ഒത്തിരി നാളല്ലെങ്കിൽ ജീവിച്ചിരിക്കത്തില്ല എന്ന് വ്യക്തതയോടെ ഞാൻ കേട്ടു. ഞാൻ പെട്ടെന്ന് തന്നെ ആ സ്കാൻ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമായിരുന്നു. അപ്പോഴിങ്ങനെ ചിന്തിച്ചതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്കാനിൻ്റെ റിപ്പോർട്ട് എടുത്ത് വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എൻ്റെ ഹൃദയം ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. ദൈവം ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു, നീ ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണം. എനിക്ക് ആ കൺവിൻസ് ചെയ്യുന്ന രീതി എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. ബട്ട് ദൈവം നമ്മളെ കൺവിൻസ് ചെയ്യുമ്പോൾ, ദൈവം നമ്മളെ അറിയിക്കുമ്പോൾ അവിടെ യാതൊരു കൺഫ്യൂഷൻസും ഇല്ല, നമുക്ക് നല്ല ക്ലാരിഫിക്കേഷനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി നാൾ എനിക്കിത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന്. ഞാൻ അങ്ങനെ അച്ചാച്ചൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കെന്നാൽ ഇനിയിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അച്ചാച്ചൻ പറഞ്ഞാൽ ലേറ്റ് ആക്കണ്ട, നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പം ഞാൻ എന്നിട്ട് അതിന് മുമ്പ് ഞാനിത് വെച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവമില്ല. അപ്പം ഞാൻ പേഴ്സണൽ പ്രെയർ ചെയ്യാണ്ട്, പക്ഷേ എനിക്ക് വേണ്ടി ഒത്തിരി അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ല. അപ്പം ഞാൻ ഈ വിഷയം കണ്ടപ്പോൾ ഞാൻ, ദൈവമേ ഇതെന്ത് രോഗമായിരുന്നാലും എന്നെ ഹീൽ ചെയ്യണമേ എന്ന് പറയാനാണ് ഞാൻ വാ തുറക്കുന്നത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ ദൈവമേ എന്ത് തന്നെ പ്രതിസന്ധി കൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നാലും നിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അപ്പം ഞാൻ പെട്ടെന്ന് പ്രെയർ നിർത്തി. ഇതല്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കാൻ വാ തുറന്നത്, ഇതെന്താ ഇത് ഇങ്ങനെ എൻ്റെ വായിൽ വന്ന് ഞാൻ തന്നെയാണല്ലോ പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചു. ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തു, റീസ്റ്റാർട്ട് ചെയ്തു. അപ്പം മലയാളം പോയിട്ട് ഇംഗ്ലീഷിൽ ഞാൻ പറയാൻ തുടങ്ങി, വാട്ട് എവർ മേ കം ഇൻ മൈ ലൈഫ്, ലെറ്റ് യുവർ നെയിം ബി ഗ്ലോറിഫൈഡ്. ഞാൻ പോലും അറിയാതെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിൽ നിന്നും ശക്തമായിട്ട് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, എന്നാൽ ദൈവം എന്നെ വഴി നടത്തും എന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ ഒരു പദ്ധതി അതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടു. ദൈവനാമം മഹത്വപ്പെടും. ഇത് തന്നെ ഞാനിങ്ങനെ 24/7 കേൾക്കാൻ തുടങ്ങി. ഉറങ്ങുമ്പോഴും ഞാനിങ്ങനെ കേൾക്കും, ദൈവനാമം മഹത്വപ്പെടും. കഴിക്കുമ്പോഴും വാഷ്റൂമിൽ പോകുമ്പോൾ 24/7 ഞാൻ ഇത് ദൈവനാമം മഹത്വപ്പെടും എന്നിങ്ങനെ ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ദൈവസന്നിധി എന്നെ സമ്പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു കൊടുത്തു. ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു, ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്കറിയാം നിനക്ക് എന്നെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. അത് ഞാൻ 17-ാമത്തെ വയസ്സിൽ ദൈവം എന്നോട് സംസാരിച്ചതാണ്. പക്ഷേ ദൈവം ആഗ്രഹിച്ച പോലുള്ള ആ ഒരു പർപ്പസിലേക്ക് ഒരിക്കലും നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ കാരണം എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എന്ത് തന്നെയായിരുന്നാലും എൻ്റെ ജീവിതം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. നീ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
എന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ നാട്ടിൽ പോയി. അപ്പം നാട്ടിൽ പോകാൻ നേരം ചർച്ചിൽ ഓൾമോസ്റ്റ് ഓൾ ദ ഫാമിലീസ് എല്ലാവരും വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, എൻകറേജിങ് വേർഡ്സ് പറഞ്ഞു, അങ്ങനെ ധൈര്യപ്പെടുത്തിയാണ് കടന്നു വിട്ടത്. എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. അങ്ങനെ നാട്ടിലേക്ക് കടന്നുപോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം 2 ദിവസം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാം എന്ന് വിചാരിച്ചു. എൻ്റെ മനസ്സിൽ പല ചിന്തകളുണ്ട്. പക്ഷേ എന്നാൽ ഒരു സീരിയസ്നെസ്സിലേക്ക് എൻ്റെ ലൈഫ് പോകുക, അല്ലെ എന്തെങ്കിലും ഒരു അത്രയ്ക്ക് ഒരു ടെറിബിളാകും എന്ന് എനിക്ക് അങ്ങനെ ഒരു ഭയം എൻ്റെ മനസ്സിലില്ല. എൻ്റെ ഉള്ളിൽ നല്ലൊരു ധൈര്യം എനിക്ക് ദൈവം പകർന്നു തന്നു. അപ്പോൾ 2 ദിവസം എൻ്റെ പേരൻസ് പറയുന്നുണ്ട്, 1 ദിവസം റെസ്റ്റ് എടുത്താൽ മതി, 2 ദിവസം ഒന്നും എടുക്കണ്ട, പെട്ടെന്ന് പോകണം. എന്നാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ ടയേർഡാണ്, അങ്ങനെ ജെറ്റ് ലാഗ് കാരണമൊക്കെ ഒരുപാട് ടയേർഡാണ്, 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. ആദ്യം പോയത് പുഷ്പഗിരി ഹോസ്പിറ്റലാണ്. അവിടെയാണ് സാധാരണ മോളുണ്ടായപ്പോഴും എനിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഫയലൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ ആദ്യം പോകാം എന്ന് വിചാരിച്ചു. പുഷ്പഗിരി പോയി. അവിടുത്തെ ഗൈനിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എക്സ്പേർട്ട് ഹാൻഡാണ്, ഡോക്ടർ സൂസൻ മാത്യു. അപ്പോൾ ഞാൻ അവരെയാണ് എൻ്റെ ഡോക്ടറായിട്ട് എടുത്തത്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടു. ഞാൻ ഇവിടെ വെച്ച് ചെയ്ത സ്കാൻ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി സ്കാൻസ് ഒന്നും ചെയ്യാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നില്ലല്ലോ. അപ്പോൾ ആ സ്കാൻ റിപ്പോർട്ട് ഞാൻ അവിടെ കൊണ്ടു ചെന്നു. അപ്പം ഗൈനി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമെങ്കിൽ കുറച്ച്, അവിടെ പോയിട്ടുള്ളവർക്കറിയാം, കുറച്ചേറെ നടന്നു പോകണം. അപ്പോൾ ഞാൻ അച്ചാച്ചനോടും എൻ്റെ ഫാദറിനോടും പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടേക്ക് വരണ്ട, ഇവിടെ ഇരുന്നു, ഞാൻ തന്നെ പോയിട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ റിപ്പോർട്ടും കൊണ്ട് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. ഞാൻ ഈ റിപ്പോർട്ട് എടുത്ത് ഇങ്ങനെ കൈ കൊടുത്തപ്പം എന്നോണ്ട് വിശേഷം നോർമലി ഡോക്ടേഴ്സ് സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവം അറിയാതെ ഇത് സംഭവിച്ചിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഷോക്ക്ഡായി പോയി. ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നതിന് പകരം ഇതാണല്ലോ എന്നോട് പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഇത് സംഭവിച്ചിട്ടില്ല, ഒരു കാര്യം നീ ചെയ്യണം, നീ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം എന്നോട് പറഞ്ഞു. അപ്പം അത് തന്നെയാണല്ലോ ദൈവം എന്നോടും സംസാരിച്ചതെന്ന് എനിക്ക് അപ്പോൾ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് അവർ പറഞ്ഞത്, എന്തു തന്നെയായിരുന്നാലും ദൈവനാമം മഹത്വപ്പെടും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഈ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കാതെ ബൈബിളിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. എനിക്ക് വളരെ റിയഷ്യൂറിംഗ് ആയിട്ട് തോന്നി. ഒരു 15 മിനിറ്റ്സ് മാം ബൈബിളിൽ നിന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നോട് ചോദിച്ചു, നീ ബൈബിൾ വിശ്വസിക്കുന്ന വ്യക്തിയാണല്ലേ? ഞാൻ പറഞ്ഞു, അതെ, ഞാനൊരു ബോൺ അഗെയിൻ ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലായി നിന്നോട് പറയേണ്ടതില്ലല്ലോ. എന്നിട്ട് പിന്നെയും പറഞ്ഞു, ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല. അപ്പം അവിടെ വെച്ച് സ്കാൻ ചെയ്തിട്ടില്ല, ഇവിടുന്ന് കൊണ്ടുപോയ സ്കാനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, നീ ദൈവഹിതത്തിന് വേണ്ടി ഇത് വിട്ടുകൊടുക്കണം. നമ്മൾ പലപ്പോഴും ദൈവഹിതത്തിന് വേണ്ടി പല കാര്യങ്ങളും വിട്ടുകൊടുക്കാതെ നമ്മൾ തനിയെ ചെയ്യാൻ നോക്കുമ്പോഴാണ് പ്രശ്നത്തിലേക്ക് പോകുന്നത്. ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ വഴി നടക്കട്ടെ, പക്ഷേ നീ നിൻ്റെ കാര്യം ദൈവത്തിന് വിട്ടുകൊടുക്കണം. അങ്ങനെ കുറേ വചനങ്ങൾ എന്നോട് പറയാൻ തുടങ്ങി. അപ്പം ആ മാമിൻ്റെ അണ്ടറിലുള്ള സ്റ്റുഡൻസായിട്ടും PG സ്റ്റുഡൻസായിട്ട് ഡോക്ടേഴ്സും ഹൗസ് സർജൻസും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. വേറെ പേഷ്യൻസും, ഒരു വലിയ ഹോളാണ്, അപ്പോൾ ഒരു 2 പേഷ്യൻസും എക്സ്ട്രാ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ദൈവവചനമൊക്കെ അവർ സംസാരിച്ചു. എനിക്ക് വളരെ റിയഷ്യൂറിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ, നിനക്ക് ഞാൻ 2 മാസത്തിനുള്ള മെഡിസിൻ തരാം, ലീവൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. നോർമൽ അങ്ങനെയുള്ള ടോക്സൊക്കെ കഴിഞ്ഞു. മെഡിസിൻ എഴുതി തന്നു. നമുക്ക് മെഡിസിൻ കഴിഞ്ഞ് അസസ് ചെയ്ത് നോക്കാം, സർജറി വേണോ വേണ്ടായോ എന്ന്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ആ മെഡിസിനൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഓൾറെഡി ഞാൻ വന്നെന്ന് അറിഞ്ഞ കുറച്ച് പാസ്റ്റർമാരും എൻ്റെ അങ്കിളും ആൻറ്റിയും കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വിഷയമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് ആ പാസ്റ്റർമാർക്ക് എന്നെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയത്തില്ല. അതിലൊരു പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ദൈവം അറിയാതെ ഇത് സംഭവിച്ചിട്ടില്ല, ഇത് ദൈവനാമ മഹത്വത്തിനായി തീരും. അപ്പോൾ അപ്പോഴും എനിക്കിത് സ്ട്രൈക്ക് ചെയ്തു. ഇതാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ വായിൽ വന്നത്. ഞാൻ ഹീല് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വായി വരുന്നത് മൊത്തം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ, ദൈവം ഹീല് ചെയ്യണമെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിനെന്ന്. അപ്പോൾ ആ പാസ്റ്ററും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ പൂർണ്ണമായിട്ട് അത് ഏറ്റെടുത്തു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സ്കാനുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടായിരുന്നു വന്നത്. അപ്പം MRI സ്കാൻസും പല സ്റ്റേജിങ് ആയിട്ടുള്ള സ്കാൻസൊക്കെ ചെയ്യണമായിരുന്നു. അതിൻ്റെ എല്ലാ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നു. അങ്ങനെ MRI സ്കാൻ ചെയ്യാനായിട്ട് പോയി. MRI സ്കാൻ ചെയ്യാൻ പുഷ്പഗിരി തന്നെ MRI സ്കാൻ ചെയ്യാൻ പോയി. സ്കാനിന് കയറി ഒരു സ്കാനിങ് ഒരു 1.5 hours സ്കാൻ ഉണ്ടായിരുന്നു. ഒരു 30 minutes കഴിഞ്ഞപ്പം റേഡിയോളജിസ്റ്റ് വന്ന് എന്നോട് ചോദിച്ചു, സർജറി എന്തെങ്കിലും നേരത്തെ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, ഒരു സർജറി ചെയ്തിട്ടുണ്ട്. എൻ്റെ എനിക്കുണ്ടായത് സിസേറിയൻ സെക്ഷനായിരുന്നു, അല്ലാതെ എനിക്ക് യാതൊരു വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, സ്കാൻ ചെയ്തിട്ട് നിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിന് പർട്ടിക്കുലർ ഭാഗം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അത് ഹൈഡായി പോവുകയാണ്, മാഗ്നറ്റിക് റെസൊണൻസ് അതിലേക്ക് കടക്കുന്നില്ല, അപ്പം വേറെ എന്തോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നോർമലി ഫിറ്റ് ആൻഡ് വെല്ലാണ്, ഇപ്പോഴാണ് എനിക്ക് പ്രതിസന്ധി വന്നത്. അപ്പം എനിക്ക് എനിക്ക് വേറെ സർജറി ഒന്നും ചെയ്തിട്ടില്ല, മോളുണ്ടായ സർജറി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഡോക്ടറിൻ്റെ എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ എൻ്റെ ഫാദറിനെ വിളിപ്പിച്ചിട്ട് ഫാദറിനോട് പോയി ചോദിച്ചു, വേറെ എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഫാദറും അച്ചാച്ചനും പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ എൻ്റെ സ്കാൻ കണ്ടിന്യൂ ചെയ്തു. അവർക്കതിൽ ഓർഗൻസൊക്കെ ഓക്കെ ആയിട്ട് തോന്നി. പക്ഷേ പർട്ടിക്കുലർ ഭാഗം അവർ പറയുന്നത് ഒന്നും കാണാൻ പറ്റുന്നില്ല. MRI വിത്ത് കോൺട്രാസ്റ്റാണ്, അതിൽ അങ്ങനെ വരേണ്ടതായിട്ടില്ല.
അപ്പോൾ ഞാനും കൺസേൺഡായി ഇതെന്താണ്. അപ്പോൾ ഇനി എൻ്റെ നേരത്തെ കുഞ്ഞിനെ ഡെലിവർ ചെയ്യാൻ നേരം സർജറി ചെയ്തപ്പോൾ ഇനി എന്തെങ്കിലും അവർ ചെയ്തോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കോറിലേഷൻ സ്റ്റഡി ചെയ്യാം, CT സ്കാനും കൂടെ ചെയ്യാം. ഞാൻ പറഞ്ഞു വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ ഡു. അങ്ങനെ കൺസെൻറ്റ് കൊടുത്തു. അതിൻ്റെ അകത്തും അവർ സാറ്റിസ്ഫൈഡ്. അവർ എന്തോ ഫൈനൽ റിപ്പോർട്ട് തന്നപ്പോൾ അബ്ഡോമിനൽ സ്കാൻ ഓക്കെയാണ്, പക്ഷേ എന്തോ സംതിങ് ആർട്ടിഫാക്റ്റ് ആണെന്നും പറഞ്ഞാണ് അവർ റിപ്പോർട്ട് തരുന്നത്. അപ്പോൾ അന്ന് വീട്ടിലേക്ക് പോയിരുന്നു. അതിന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാനുണ്ട്. 2 ടൈപ്സ് അൾട്രാസൗണ്ട് സ്കാൻസ് ഉണ്ട്. അതിന് ഡേറ്റ് കിട്ടിയത് 2 ദിവസം ശേഷമാണ്. അപ്പോൾ MRIയുടെ റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. വീട്ടിലേക്ക് വന്നു, പ്രാർത്ഥനയിൽ തുടർന്നു. അന്നേരം എനിക്ക് സ്ട്രെസ്സൊന്നുമില്ല. എന്നിട്ട് അൾട്രാസൗണ്ട് സ്കാനിന് പോയപ്പോൾ ഇങ്ങനെ ലൗഞ്ചിൽ പോയി, സ്കാൻ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ലൗഞ്ചുണ്ട്. ലൗഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആൻറ്റി ഒരു സാരി കൊടുത്ത ഒരു ആൻറ്റി, മോർ ദാൻ 65 ആയിട്ട് തോന്നിക്കുന്ന ഒരു ആൻറ്റി ഇങ്ങനെ നിന്നിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും സ്കാൻ ചെയ്യാനിരിക്കുന്ന പേഷ്യൻസാണ്. എല്ലാവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന പോലെ കണ്ടു. അപ്പോൾ അവർ എന്നെയും നോക്കി, എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആൻറ്റി ഇങ്ങനെ എല്ലാവരും സൂക്ഷിച്ച് നോക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആൻറ്റീനെ ശ്രദ്ധിച്ചു. അതർവൈസ് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ലോകത്തിൽ ഇങ്ങനെ ചിന്തകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ആൻറ്റി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഈ ആൻറ്റിയെ നോക്കി. ആൻറ്റി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു, ഞാനും ചിരിച്ചു. അപ്പോൾ ആൻറ്റി എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ആൻറ്റി ഇങ്ങനെ ലൈക്ക് എനിക്ക് മനസ്സിലാക്കാനിടയായത് ആരുടെ അടുത്ത് പോയി ഇരിക്കണം, കാരണം ഒരുപാട് സീറ്റ്സ് ഉണ്ട്. അതാണ് ആൻറ്റി തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി എന്നെ കണ്ട് ചിരിച്ചു, പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പം ഞാൻ ഇങ്ങനെ എന്നെ നോക്കി ഒന്ന് ചിരിച്ചാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും ജസ്റ്റ് സ്മൈൽ പാസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു മോൾക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്ക് ചെറിയൊരു യൂട്രൈൻ പ്രശ്നങ്ങളാണ്, യൂട്രസിന് ചില പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ വന്നിരിക്കുമോ. അപ്പോൾ പെട്ടെന്ന് എന്നോട് പറയാൻ തുടങ്ങി ഭാരപ്പെടണ്ട, ദൈവനാമ മഹത്വത്തിനായി തീരും. അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ ഈ ആൻറ്റിക്ക് എന്നെ അറിയത്തില്ല, അതൊരു സ്ട്രേഞ്ചറാണ്, ഒന്നും ഭാരപ്പെടേണ്ട, ദൈവനാമ മഹത്വത്തിനായി തീരും. ഈ ആൻറ്റിക്ക് എങ്ങനെ അറിയാം എൻ്റെ കാര്യങ്ങൾ? ഞാനിങ്ങനെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ആൻറ്റി ഏത് ഡിനോമിനേഷനാണ് എന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ ആൻറ്റി ബൈബിളിലെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. ദൈവ അതിശയം പ്രവർത്തിച്ച കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി, എന്ത് പ്രതിസന്ധിയാണെങ്കിലും അത് മാറിപ്പോകും, ദൈവം ദോഷം ചെയ്യത്തില്ല, ഇത് ദൈവനാമ മഹത്വത്തിനായി തീരും കേട്ടോ, ഞാൻ പറഞ്ഞ വാക്ക് നീ ഓർത്തു വെക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പം ദൈവനാമ മഹത്വത്തിനായി തീരും എന്നുള്ളത് ഞാനിപ്പം പല സിറ്റുവേഷൻസ്, ഇവൻ ആദ്യം അതെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വായിൽ അറിയാതെ വരാൻ തുടങ്ങി. പിന്നെ പാസ്റ്ററുകൾ അങ്ങനെ പല ആൾക്കാരിൽ കൂടി, ഇതിപ്പോൾ സ്ട്രേഞ്ചറാണ്, പിന്നെ എൻ്റെ ഡോക്ടർ, അങ്ങനെ ഇത്. അപ്പം ദൈവത്തിന് ഇതിന് മധ്യം എന്തോ ഒരു പ്രവർത്തിക്കാനുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൻറ്റി എഴുന്നേറ്റ് പോയി. പിന്നെ ഞാൻ ആൻറ്റിയെ കണ്ടതേ ഇല്ല. എൻ്റെ ടേൺ വന്നു അൾട്രാസൗണ്ടിന് കയറി സ്കാൻ ചെയ്ത സമയം അത് 2 ടൈപ്സ് ഓഫ് സ്കാൻസ് ആയിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ അവർ ഈ നമ്മുടെ ഫൈൻഡിങ്സിനെ പാരാമീറ്റേഴ്സ് ഇങ്ങനെ, അപ്പോൾ ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് തന്നെ നമുക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ പാരാമീറ്റേഴ്സ് പറയുന്ന കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് വലിയ ഭാരം തോന്നി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഇത്രയും പ്രതിസന്ധികൾ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ഇത്ര വർഷം ഞാൻ ജീവിച്ചിരുന്നു, നിൻ്റെ കരുണയൊന്ന് മാത്രമാണെന്ന് ഞാൻ അവിടെ ദൈവത്തോട് ഞാൻ നന്ദി പറയാൻ തുടങ്ങി. അപ്പോൾ ഇവരിങ്ങനെ ഓരോ പാരാമീറ്റേഴ്സ് പറഞ്ഞു. അപ്പം 2 ഡോക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതും. പിന്നെ വേറൊരാളോട് ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സോ ദാറ്റ് ദേ ക്യാൻ ടൈപ്പ് ഇറ്റ് കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കാം. അപ്പം ഞാനിതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വേദന വരാൻ തുടങ്ങി. പക്ഷേ ഞാൻ ബ്രോക്കൺ ഹാർട്ടഡ് ആയില്ല. പക്ഷേ എനിക്ക് വിഷമം എന്തോ ഒരു പെയിൻ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു. ദൈവമേ ഇത്രയും പ്രതിസന്ധികൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നോ, ഞാൻ വളരെ ഹെൽത്തി ആയിട്ടാണല്ലോ, ഒരു സിംറ്റംസ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി. അങ്ങനെ സ്കാൻ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വാഷ്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഞാൻ ദൈവത്തോട് ദേഷ്യപ്പെട്ടു. ദൈവത്തോട് പറഞ്ഞു, നീ എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? എനിക്ക് ദൈവം നേരത്തെ എനിക്ക് അനുഭവങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് എനിക്ക് ദൈവത്തോട് ചോദ്യം ചെയ്യരുതെന്ന് ദൈവം തന്നെ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വാഷ്റൂമിൽ കയറി ഞാൻ ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്തിട്ട് എന്തിനാണ് നീ തന്നോട് ചെയ്തത്, ബാക്കി എന്തിനാണ് വൈ 10 ടൈംസെങ്കിലും ദൈവത്തോട് ഞാൻ ചോദിച്ചു. അവിടെ നിന്ന് ഞാൻ കാര്യമോ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത്. പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു, ദൈവനാമ മഹത്വത്തിനായി തീരും. അപ്പോൾ ഇതൊരു കുറിവാക്യം പോലെ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇതിങ്ങനെ മുഴങ്ങാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണൊക്കെ തുടച്ചിട്ട് ഞാൻ ഓക്കെയായിട്ട് ഞാൻ വെളിയിലിറങ്ങി. ഞാനിങ്ങനെ വെച്ച് സംസാരിച്ച് ആരും കേട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് വെളിയിലിറങ്ങി. അപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട്സൊക്കെ ആയിട്ട്, അപ്പോൾ ഇനി MRIയുടെ റിപ്പോർട്ടും കൂടെ മേടിക്കാനുണ്ട്. സ്കാൻ്റെ റിപ്പോർട്ട് ഞാൻ കേട്ടു, എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. സ്കാൻ്റെ റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി ഞാൻ MRI സ്കാനിങ് പോയി അച്ഛൻ പോയി സ്കാൻ്റെ റിപ്പോർട്ട് മേടിച്ചിട്ട് വന്നു. അപ്പോൾ അന്ന് തന്നെ ഈ റിപ്പോർട്ട്സ് എല്ലാം കൊണ്ട് എനിക്ക് ഡോക്ടർ സൂസൻ മാത്തിനെ കാണേണ്ടതായിട്ടുണ്ട്. അന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുകയാണ്. ഞാൻ അച്ഛൻ കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം, കാരണം എനിക്ക് ആരോടും സംസാരിക്കാനോ ഒരു ഇൻട്രാക്ഷനും എൻ്റെ മനസ്സനുവദിച്ചില്ല. ഞാൻ ആ സ്കാൻ റിപ്പോർട്ട്സ് എല്ലാം കൊണ്ട് കുറച്ച് നടക്കാനുണ്ട്. ഞാനിങ്ങനെ തന്നെ പലവിധമായ ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലുണ്ട്. ദൈവത്തോട് ചോദ്യമൊന്നും ചോദിച്ചില്ല. എൻ്റെ ചിന്തകൾ പല കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഞാനിങ്ങനെ മിണ്ടാതെ വളരെ സൈലൻ്റായിട്ട് ഞാൻ ഡോക്ടറിൻ്റെ OPD ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. സ്കാൻ റിപ്പോർട്ട്സ് എല്ലാം പിടിച്ച് ഞാനിങ്ങനെ OPD അവിടെ പോയിരുന്നു. എൻ്റെ ടേൺ വന്ന് ഞാൻ കയറി.
റിപ്പോർട്ട് കണ്ടു. എന്നോണ്ട് ഫാമിലി വിശേഷം സുഖമാണെന്നൊക്കെ ചോദിച്ചു. നോർമൽ ടോക്കൊക്കെ കഴിഞ്ഞ് റിപ്പോർട്ട്സ് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ദൈവം അറിയാതെ, പിന്നെയും പുള്ളിക്കാരി അത് തന്നെയാണ് പറയുന്നത്, ദൈവം അറിയാതെ ഇത് സംഭവിക്കത്തില്ല, നമ്മൾ ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങളും വിട്ടുകൊടുക്കണം. ഞാനതിനെ ആമേൻ എന്ന് പറഞ്ഞ് ഞാനത് ഏറ്റെടുത്തു. നെക്സ്റ്റ് മൊമെൻറ്റ് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും ഡോക്ടർ പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു ഫാമിലി കൊളോസ്റ്റമി ചെയ്യേണ്ട വരും. ആ ഒറ്റ മിനിറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ദർശനങ്ങളെല്ലാം സ്ക്രീനിൽ കാണും. ബിക്കോസ് ആ കൊളോസ്റ്റമി ചെയ്യേണ്ട വരും എന്ന ആ ഒരു വാക്ക് ഞാൻ കേട്ടപ്പോൾ ദൈവം എന്നെ അറിയിച്ചു ഓരോ കാര്യങ്ങൾ. അതായത് വാച്ച് നൈറ്റ് സർവീസിൽ ഇവിടെ നിന്ന് ദൈവം എന്നെ സംസാരിച്ച് ആ കാര്യം മുതൽ ആ കൊളോസ്റ്റമി ചെയ്യേണ്ട വരുമെന്ന് ഞാൻ വാർഡിൽ നിന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. അതിങ്ങനെ അതെൻ്റെ എല്ലാ ആ കാര്യങ്ങളെല്ലാം ലൈക്ക് വിതിൻ എ സെക്കൻഡ് എല്ലാം എൻ്റെ സ്ക്രീനിൽ കാണുന്നു. എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞാൻ ഒ പി ഡിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതുപോലെ ഞാൻ മറന്നുപോയി. ഇതെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് ഇങ്ങനെ വന്നു. ദൈവമേ ഇത് മൊത്തം ഇത് ഫൈനലി ഇവിടെ വന്ന് എൻ്റെ പായല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ ആ നിമിഷം എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു പീസ് വന്നു. നിന്നെ ദൈവം രക്ഷിക്കുമെന്ന് പെട്ടെന്ന് എൻ്റെ ഹൃദയം സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലേ, കൊളോസ്റ്റമി ഇല്ലാതെ എനിക്ക് കൊളോസ്റ്റമി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അന്നേരം പറഞ്ഞു ഫാമിലി നമുക്ക് വേറെ വഴിയില്ല, കൊളോസ്റ്റമി ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നിൻ്റെ ഈ ഓവേറിയൻ സിസ്റ്റം എൻഡോമെട്രിയോസിസും ഒക്കെ ഉണ്ട്. അത് ഇൻറ്റസ്റ്റൈൻസിലോട്ട് ഹോൾ ഇൻറ്റസ്റ്റൈനില എന്താ ഇൻറ്റസ്റ്റൈനിലെ എൻഡിലോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് ഇൻറ്റസ്റ്റൈൻസ് കട്ട് ചെയ്യുക അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സ് വളരെ നിർജ്ജീവമായി പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ വിശ്വസിച്ചു എൻ്റെ ദൈവം അറിയാതെ ഇത് സംഭവിച്ചിട്ടില്ല. കാരണം ദൈവനാമ മഹത്വത്തിനായി തീരുന്ന ദൈവം ഒരിക്കലും ചുമ്മാതെ പറയത്തില്ലല്ലോ. ദൈവം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് വിടുതലിന് വേണ്ടിയിട്ടാണ് പറയുന്നതല്ല. ദൈവം നമ്മളെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. ഞാൻ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ് റീഅഷ്യൂർ ചെയ്തു. ഉടനെ തന്നെ എൻ്റെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓൺകോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം, സ്റ്റോമയുടെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കണം. അപ്പോൾ തന്നെ ഡോക്ടർ അവിടെ ഇരുന്നുകൊണ്ട് ഓൺകോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് കോൾ ചെയ്തതിനോട് പറഞ്ഞു ഞാൻ വളരെയധികം വിശ്വസിക്കുന്ന ഒരു എക്സ്പേർട്ട് ഹാൻഡാണ്, നീ ഒരിക്കലും വറി ചെയ്യേണ്ട, നിന്നെ ഞാൻ പ്രയോറിറ്റി ലിസ്റ്റിൽ തന്നെ ആക്കാം, ഞങ്ങൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് നിൻ്റെ കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തു. എൻ്റെ മനസ്സ് വളരെയധികം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. ബൈ പറഞ്ഞിറങ്ങി ഞാനിങ്ങനെ നടന്ന് വന്നപ്പം അച്ചാച്ചൻ ചോദിച്ചാൽ എന്താ ഡോക്ടർ പറഞ്ഞത്. ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെ കൊളോസ്റ്റമി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യത്തില്ല, എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ജനിച്ചതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മരിക്കണം, അതിന് ഞാൻ റെഡിയാണ്. പക്ഷേ ഞാൻ കൊളോസ്റ്റമി ഇതൊക്കെ അനുഭവിച്ചിട്ട് വേണ്ട ഞാൻ മരിക്കാൻ. പക്ഷേ ഇനി യൂട്രസ് റിമൂവ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, എൻ്റെ ഓവറീസ് ഫലോപ്പിൻ ട്യൂബ്സ് അങ്ങനെയൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, പക്ഷേ കൊളോസ്റ്റമി ഞാൻ ചെയ്യത്തില്ല. ഞാൻ ഡിസൈഡ് ചെയ്തു. അച്ഛൻ പറഞ്ഞു അങ്ങനെ പറയരുത്, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമല്ലോ, അത് ട്രീറ്റ്മെൻറ്റ് ഒരു ഭാഗമല്ലേ, ചെയ്യേണ്ട വന്നാൽ ചെയ്തല്ലല്ലോ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല, ഞാനിത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പായെ വിളിച്ചു. പപ്പ വണ്ടിയായിട്ട് വന്നപ്പം പപ്പായോട് ചോദിച്ചു എന്താ മോളെ ഡോക്ടർ പറഞ്ഞു. ഞാൻ പപ്പയുടെ ഇത് തന്നെ പറഞ്ഞു. ഒരു 5 to 7 minutes പപ്പ ഒന്നും മിണ്ടിയില്ല. എനിക്കറിയാം വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ആയെന്നറിയാം. എന്നാൽ 5 minutes കഴിയുമ്പോൾ പപ്പ പറഞ്ഞു ദൈവം പ്രവർത്തിക്കും, നിനക്കിത് ചെയ്യേണ്ട വരത്തില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ എത്ര ദൈവത്തിൽ ആശ്രയിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ വരും. പപ്പ പറഞ്ഞു ഇല്ല ഇത് ചെയ്യേണ്ട വരത്തില്ല, ഇത് ദൈവം തീർച്ചയായിട്ടും നീക്ക് പോക്കൊരുക്കും. അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത മൊത്തം ഞാൻ മോളോട് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ എൻ്റെ മമ്മിയോട് ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. മമ്മിക്ക് വയ്യാതിരിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ വീട്ടിൽ ചെന്ന് മോൾ ചോദിച്ചു എന്ത് പറ്റി മമ്മി എന്താന്നൊക്കെ വലിയ ക്യൂരിയസ് ആയിട്ട്. അപ്പോൾ അവളെപ്പോഴും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ആരോടും സംസാരിക്കാതെ മുറിക്കകത്തിരുന്ന് ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെയായിരുന്നു ഞാൻ ആ നിമിഷം കണ്ടുകൊണ്ടിരുന്നത്. എപ്പോഴും സംസാരിക്കുക പോലും ഇല്ല. അങ്ങനെ അവളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഇതാണ് കാര്യം, നീ വെറി ചെയ്യേണ്ട, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവളെ ഞാൻ റീഅഷ്യൂർ ചെയ്തു. അപ്പോൾ അവളും പറഞ്ഞില്ല മമ്മി ഐ ബിലീവ് ദാറ്റ് ഗോഡ് വിൽ നോട്ട് അലോ ടു ഡു ദിസ്, ദൈവം നിന്നെ വഴി നടത്തുമെന്ന് അവൾ വളരെ ശക്തമായിട്ട് അങ്ങനെ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മിയോട് ഞാൻ ഇത് തന്നെ പറഞ്ഞു മമ്മി ഞാൻ ഈ സർജറി ചെയ്യത്തില്ല, നിങ്ങളാരും എന്നെ കുറ്റപ്പെടുത്തരുത്, എനിക്ക് കൊളോസ്റ്റമി ഞാൻ ചെയ്യത്തില്ല, ബാക്കി എന്ത് ഓർഗൻസ് വേണമെങ്കിലും റിമൂവ് ചെയ്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. മമ്മി എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. അങ്ങനെയല്ല, നിനക്കൊരു കുടുംബമുണ്ട്, കുഞ്ഞുണ്ട്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് മോഡേൺ മെഡിസിനല്ലേ, ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ടല്ലോ, നീ അങ്ങനെ ആശ്വസിക്കുക, ദൈവം അറിയാതെ ജീവിതത്തിൽ ഇത് സംഭവിക്കത്തില്ല എന്നൊക്കെ മമ്മി എനിക്ക് പറഞ്ഞു തന്നു. ഞാനതെല്ലാം കഴിഞ്ഞു. വീട്ടിൽ വൈകുന്നേരമായപ്പോൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബെഡ്റൂമിൽ ഞാൻ കിടക്കുന്നില്ല, ഞാൻ ഹോളിൽ കിടന്നോളാം, എനിക്ക് ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണ്ട, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സമയം വേണം. മമ്മി പറഞ്ഞു നീ ഇത്ര വിഷമിച്ചും തന്നെയൊക്കെ ഇരിക്കുമല്ലോ, നീ അങ്ങനെ ചെയ്യരുത്, നീ റൂമിൽ കിടക്കുക. ഞാൻ പറഞ്ഞില്ല ഞാൻ ഹോളിലാണ് കിടക്കത്തുള്ളൂ, എന്നോട് ആരും ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് എല്ലാവരും ബെഡ്റൂമിൽ കിടന്നു. ഞാൻ എൻ്റെ ഹോളിൽ തനിയെ കൗച്ചിലിങ്ങനെ കിടക്കുക. ഞാനിങ്ങനെ അങ്ങനെ ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടല്ല, പക്ഷേ എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാനിങ്ങനെ കിടന്ന്
ഉറക്കമൊന്നും വരുന്നില്ല. ഇങ്ങനെ ബൈബിൾ കുറേ നേരം വായിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കിടന്നു. അവസാനം ഞാൻ പതുക്കെ ഇങ്ങനെ ഉറക്കം വന്നപ്പോഴത്തേന് പെട്ടെന്ന് എൻ്റെ ചെവിയിലൊരു ശബ്ദം കേട്ടു. അത് ആ സോങ്ങാണ് ഞാനിവിടെ പാടിയത്. എന്തോ ഒരു സ്നേഹം ഇത്, എന്തോ ഒരു ത്യാഗം ഇത്. അപ്പോൾ ഈ സോങ്ങിൻ്റെ ലിറിക്സ് എനിക്കറിയത്തില്ല, ഞാൻ ഈ സോങ് കേട്ടിട്ടുമില്ല. അപ്പോൾ പെട്ടെന്ന് എന്നോട് അപ്പോൾ ദൈവം ഇതിനു മുമ്പ് എന്നോട് സോങ്സിൽ കൂടെ ദൈവം എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉറക്കം വന്നു എങ്കിലും ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഈ സോങ് സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എന്തോ ഒരു സ്നേഹം ഇത്, എന്തോ ഒരു ത്യാഗം ഇത്. ഈ സോങ് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സോങ്സ് വരും. എനിക്കങ്ങനെ മനസ്സിലാവും ഏത് സോങ്ങാണ് ഞാൻ കേൾക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എന്നാലും ദൈവം അറിയിച്ചതല്ലേ, ഞാൻ ഫോൺ എടുത്ത് ഈ സോങ് ഇങ്ങനെ സെർച്ച് ചെയ്തു. വ്യക്തതയോടെ എനിക്ക് കറക്റ്റ് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു, ഈ സോങ്ങാണ്. എൻ്റെ മനസ്സ് കുറേ ലിസ്റ്റുകൾ ഇങ്ങനെ വന്നു, ഈ സോങ്ങാണ് നീ കേൾക്കേണ്ടതെന്ന്. അങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ പെട്ടെന്ന് ആ സോങ് ഇങ്ങനെ കേട്ടു. ഞാൻ പ്ലേ ചെയ്തു. ഞാനിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കിടന്നു. ഇങ്ങനെ ഒരു 12:30 രാത്രിക്ക് ഞാനിങ്ങനെ മിണ്ടാതെ കിടന്നു. ആ സോങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് വരാൻ തുടങ്ങി. നമ്മളെല്ലാവരും ദൈവമക്കളാണ്. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയാം, നമ്മൾ രുചിച്ചറിഞ്ഞവരാണ്. എന്നാൽ അതിനേക്കാട്ടിലും ഉപരിയായിട്ട് ആ ഡെപ്തിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഞാൻ കിടന്ന് കരയാൻ തുടങ്ങി. ഞാൻ നിരാശയിലല്ല ഞാൻ കരയുന്നത്, എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഈ സോങ് ഞാൻ എത്ര ഹോൾ നൈറ്റ് ഞാൻ റിവൈൻഡ് ചെയ്ത് കേട്ടുകൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യം ഞാനിത് കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഡെപ്ത് എനിക്ക് മനസ്സിലാക്കി തന്നു ദൈവം. I felt that he has carried me in his lap. ഞാൻ കൗച്ചിൽ കിടക്കുന്ന പോലെ അല്ല എനിക്ക് ഫീൽ ചെയ്തത്. ദൈവം എന്നെ എടുത്ത് മടിയിൽ വെച്ചേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. I felt that I am speaking to God. ദൈവത്തോട് ഞാൻ കണ്ണടിച്ച് ഞാനിങ്ങനെ സംസാരിക്കുകയെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാനത് കേട്ടുകൊണ്ടേയിരുന്നു. ഞാനിങ്ങനെ കേട്ടുകൊണ്ട് ഞാൻ സമയമൊന്നും നോക്കുന്നില്ല. ആ സോങ് ഇങ്ങനെ റിമൈൻഡ് ചെയ്ത് കേട്ടുകൊണ്ടേയിരുന്നു. അതനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഡെപ്ത് എനിക്ക് അങ്ങനെ ദൈവം മനസ്സിലാക്കി തരാൻ തുടങ്ങി. എൻ്റെ കണ്ണുനീര് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകാൻ തുടങ്ങി. ഞാൻ വേറൊന്നും ദൈവത്തോട് പറയുന്നില്ല. ഞാൻ ദൈവമേ നിൻ്റെ സ്നേഹത്തിന് നന്ദിയെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് എനിക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഡെപ്ത് നമുക്കെല്ലാവർക്കും അതറിയാം. പക്ഷെ അതിലുപരിയായിട്ട് അതെന്തോരം ഡെപ്ത് അതിനുണ്ട്. അതിൻ്റെ വലിപ്പം ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ദൈവം എന്നെ ദൈവത്തിൻ്റെ മടിയിലിരുത്തിയേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വളരെയധികം കരഞ്ഞു. ഞാൻ എന്നിട്ട് ഫൈനലി ഒരു വെളുപ്പിന് 5 മണിയായപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. അന്നേരം ഞാൻ അത്രയും നേരം ഞാൻ കണ്ണടച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 5 മണിയായി. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. പക്ഷേ എങ്ങനെയോ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഓൺകോളജിയുടെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഞാൻ തീരുമാനിച്ചു ഞാൻ ആ അപ്പോയിൻമെൻറ്റിന് പോകുന്നില്ല. കാരണം ഞാൻ ഈ സർജറി ചെയ്യിപ്പിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നത്. എൻ്റെ പപ്പായും മമ്മിയും പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ അപ്പോയിൻമെൻറ്റിന് പോകുന്നില്ല. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ പ്രെയർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്പോയിൻമെൻറ്റിന് പോകുന്നില്ല, ഏതായാലും വീട്ടിൽ പ്രെയർ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത് നടക്കട്ടെ എന്ന്. അങ്ങനെ 3 ദിവസം പ്രെയർ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ആ പ്രെയറിലേക്ക് ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ അപ്പോൾ ആ പ്രെയറിന് പാസ്റ്റേഴ്സും അങ്ങനെ അറിയാവുന്ന ചുരുക്കം ചില ആൾക്കാരൊക്കെ വന്ന് നമ്മളിങ്ങനെ പ്രെയറിനായിട്ട് എല്ലാവരും ഞാൻ ഫാസ്റ്റിംഗ് എടുത്തില്ല. കാരണം എനിക്ക് മെഡിസിൻ കഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇവൻ മോള് സഹിതം ഫാസ്റ്റിംഗ് എടുത്തു. ദൈവസന്നിധിയിൽ ഒരുമയോടെ മുഴുവൻ മടക്കി എല്ലാവരും അങ്ങനെ പ്രാർത്ഥനയ്ക്കിരുന്നു. പാസ്റ്റേഴ്സ് മിനിസ്ട്രി ചെയ്തപ്പോൾ ശുശ്രൂഷ ചെയ്തപ്പോൾ ആദ്യമേ പറഞ്ഞത് ദൈവനാമ മഹത്വത്തിനായി തീരും. എനിക്ക് മനസ്സിലായി ദൈവത്തിനൊരു പർപ്പസ് ഇതിലുണ്ടെന്ന് മനസ്സിലായി. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഞാൻ എത്തിച്ചേരണം, അതിനാണെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ ശുശ്രൂഷ അങ്ങനെ കഴിഞ്ഞു. ഒരുപാട് സൈറ്റാനിക് ബോൺസും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ ഒരു വിടുതൽ അന്ന് ലഭിക്കാനിടയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിലുള്ള ജീവിതത്തിൽ ഞാൻ ഇത്രയും ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എൻ്റെ ഭവനത്തിൽ അങ്ങനെ ഡിവൈൻ സ്വർഗം വന്നിറങ്ങിയ ഒരു ശുശ്രൂഷ എൻ്റെ ഭവനത്തിൽ നടക്കുവാനിടയായി. അങ്ങനെ അന്നത്തെ വൈകിട്ട് അങ്ങനെ കടന്നുപോയി. എന്നിട്ട് അന്ന് രാത്രി ഞാനിങ്ങനെ കിടന്നുറങ്ങുവാണ്. ബൈബിളൊക്കെ വായിച്ച് ആരോടും ഞാൻ നോർമൽ ടോക്കേയുള്ളൂ, ആരുമായിട്ട് സംസാരിക്കുന്നില്ല. മമ്മി പറയും നീ ബെഡ്റൂമിൽ കിടക്കുക. ഞാൻ പറയില്ല, എനിക്ക് കിടക്കണ്ട, എനിക്ക് തനിയെ ലോഞ്ച് കിടന്നാൽ മതി, ഇത് ഹോളിൽ കിടന്നാൽ മതി. അങ്ങനെ ആ ദിവസങ്ങളെല്ലാം ഞാൻ അവിടെ തന്നെ കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞു, സന്ധ്യാപ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ബൈബിളൊക്കെ വായിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ സോങ് എനിക്ക് 24/7 ഞാനിത് പ്ലേ ചെയ്യാൻ തുടങ്ങി. എനിക്കിത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയില്ല. എനിക്ക് മനസ്സിലായി ദൈവനോട് സംസാരിക്കുന്നതാണെന്ന്. 24/7 ഞാൻ ഈ സോങ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്ന് രാത്രി ഞാനിങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ദർശനം കാണുക. അതായത് എനിക്ക് ദൈവം ഇങ്ങനെ കാണിച്ചു തരുക, എൻ്റെ ഇൻറ്റസ്റ്റൈൻസ് എനിക്ക് കാണിച്ചു തരുക. അപ്പം ഞാൻ ഓർത്തു, നമുക്കാർക്കും നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ് എങ്ങനെ, നമുക്ക് അനാറ്റമിക്കലി പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം ഇങ്ങനെ വന്ന് സ്റ്റമക്ക് ഇങ്ങനെ, അതൊക്കെ നമുക്കറിയാം. ബട്ട് വി ഡോണ്ട് നോ ഹൗ ഇറ്റ് എക്സാക്ട്ലി ലുക്സ്. അപ്പം ദൈവം എനിക്കിങ്ങനെ കാണിച്ചു തരുക.
ഇങ്ങനെ ഒരു സമയം ഞാൻ ഓർക്കുന്നില്ല, ഞാനിങ്ങനെ മിണ്ടാതെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ ഇൻറ്റസ്റ്റൈൻ അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗം എനിക്കിങ്ങനെ ദൂരെ നിന്ന് ചെറിയൊരു സംസാരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ആ പിക്ചറുണ്ട്. എക്സാക്ട്ലി ലൈക്ക് എനിക്ക് പറയാൻ അറിയത്തില്ല, എക്സാക്ട്ലി പർപ്പിളിഷ് കളറുണ്ട്, സ്ലഫി ആയിട്ടുള്ള റീജിയൻസ് ഉണ്ട്. അതൊക്കെ ദൈവം എനിക്കിങ്ങനെ കാണിച്ചു തന്നു. ഞാനതിങ്ങനെ കണ്ടിങ്ങനെ കിടക്കുക, മിണ്ടാതെ ഞാനിങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ, ഇതാണ് അപ്പോൾ എൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള റീജിയൻ, ഇത് നിമിത്തമാണ് എനിക്ക് കൊളോസ്റ്റമി ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഞാനിങ്ങനെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു എൻ്റെ കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു കോഫിൻ കണ്ടു ഞാൻ. ആ കോഫിൻ ഇങ്ങനെ തുറന്നിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള റീജിയൻ്റെ അകത്ത്, അഫക്റ്റഡ് ആയിട്ടുള്ള ആ സൈറ്റ് കോഫിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തു. അതായത് ആ ഏരിയ ഇനി പുറത്തോട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ ആ കോഫിൻ്റെ അകത്ത് ആ ഏരിയ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തു, അതായത് ടൈറ്റ്ലി ക്ലോസ്ഡ്. എന്നിട്ട് ഞാനൊരു ശബ്ദം കേൾക്കുക, ഇത് ഇവിടം കൊണ്ട് ഇന്ന് മരിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇതെന്താണ്, നിൻ്റെ ഈ പ്രശ്നം ഇവിടം കൊണ്ട് മരിച്ചിരിക്കുന്നു, നിൻ്റെ ഈ ഏരിയ ഇവിടം കൊണ്ട് മരിച്ചിരിക്കുന്നു, ഇതിനി ജീവനില്ല. ഇത് ഞാനിങ്ങനെ കേൾക്കുക. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ രാത്രി കുറേയായി. പക്ഷെ കണ്ണ് തുറന്നെങ്കിലും താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഉറക്കത്തിലേക്ക് പോയി. ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു വെളുത്തൊരു എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തോളിൽ ഇങ്ങനെ തലോടി നിൽക്കുന്നുണ്ട്. എനിക്ക് മുഖം കാണാൻ പറ്റുന്നില്ല. എന്നോട് പറഞ്ഞു, മകളെ നിനക്കിനി കൊളോസ്റ്റമി ചെയ്യേണ്ട വരത്തില്ല, പക്ഷേ നിൻ്റെ ഉള്ളിൽ യൂട്രസിന് കേടുണ്ട്. ഓരോ ഓർഗൻസിൻ്റെ പേര് പറയാൻ തുടങ്ങി. നിൻ്റെ ഉള്ളിൽ യൂട്രസിന് കേടുണ്ട്, ഓവറീസിന് കേടുണ്ട്, അത് റിമൂവ് ചെയ്യേണ്ട വരും. വ്യക്തതയോടെ എന്നോടിങ്ങനെ സംസാരിച്ചു. എന്നിട്ട് എൻ്റെ തോളിൽ ഇങ്ങനെ കൈവച്ചു. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു. അന്നേരം ശരിക്കും ഞാൻ കോൺഷ്യസ് ആയിട്ട് കണ്ണ് തുറന്നപ്പം സമയം 3:30 AM സംതിങ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഞാൻ ദൈവത്തോട് താങ്ക് യു പറഞ്ഞു. എനിക്കറിയാം ദൈവം നീയാണ് എന്നോട് ഇത് സംസാരിച്ചത്. ഇത് യേശുവിൻ്റെ നാമത്തിൽ ഇത് ഞാൻ ക്ലെയിം ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതിനിങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അവിടെ വെച്ചത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാനത് ഏറ്റെടുത്തു. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. പക്ഷേ ഞാനിത് ആരോടും ഷെയർ ചെയ്തില്ല. വീട്ടിൽ ആരോടും ഒന്നും പറഞ്ഞില്ല. എൻ്റെ മനസ്സിൽ തന്നെ ഞാനിത് കീപ്പ് ചെയ്തു. പിറ്റേ ദിവസം പ്രയറിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുന്നു. അപ്പം ഞാൻ മോർണിംഗ് റുട്ടീനൊക്കെ ഞങ്ങളെല്ലാവരും പ്രയറിന് വന്നിരുന്നു. പാസ്റ്റേഴ്സ് വന്നു, വിശ്വാസികൾ വന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ മിനിസ്റ്റർ ചെയ്തപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അപ്പം ഞാൻ എന്താണ് ദർശനം കണ്ടത് അത് തന്നെ പാസ്റ്ററിനോട് പറയാനിടയായി. നിൻ്റെ ശരീരത്തു നിന്ന് ആ ഒരു പ്രോബ്ലം ദൈവം നീക്കി കളഞ്ഞു. അപ്പം ഞാൻ ഇതാണല്ലോ ഞാൻ ദർശനം കണ്ടത്, ഇത് ദൈവം തിരുത്തി കുറിക്കും, ഇത് ചെയ്യേണ്ട വരത്തില്ല എന്ന് ശക്തമായിട്ട് അങ്ങനെ ഒരുപാട് ആലോചനകളും വിടുതലുകളും അന്ന് സെക്കൻഡ് ഡേ നടക്കാനിടയായി. അപ്പോൾ എനിക്ക് അങ്ങനെ സംസാരിച്ചു, അത് അക്സെപ്റ്റ് ചെയ്ത പിന്നെ എൻ്റെ മനസ്സിൽ എനിക്കൊരു ഭീതിയില്ല. ഞാൻ വളരെ പീസ്ഫുള്ളായിട്ട്, അതായത് ഞാൻ വളരെ ചില്ലായി, എനിക്കിനി ഇതൊന്നും ചെയ്യേണ്ട വരത്തില്ല. എൻ്റെ മനസ്സിൽ ആ ഒരു ദൈവിക സമാധാനം എനിക്ക് ഫീൽ ചെയ്യാനിടയായി. അങ്ങനെ വൈകിട്ടത്തെ പ്രാർത്ഥന, അന്നത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞു. ഒരുപാട് ആലോചനകൾ കേട്ടു, എല്ലാം ദൈവമുമ്പാകെ ഞങ്ങൾ തന്നെ സമർപ്പിച്ചു, ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അന്നത്തെ ദിവസവും കഴിഞ്ഞു പോയി. അന്ന് വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ഞാൻ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ആ കൗച്ചിലിങ്ങനെ കിടക്കുവാണ്. കൗച്ചിലിങ്ങനെ കിടന്നപ്പോൾ ഞാൻ സ്വപ്നം കണ്ടു 2 സെറ്റ് ഓഫ് സ്കാൻസ്. ഒരു സെറ്റ് ഓഫ് സ്കാൻ, അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് സ്കാൻ ഇങ്ങനെ വഴങ്ങി ഇങ്ങനെ വീണ് കിടക്കുക. സെക്കൻഡ് സെറ്റ് ഓഫ് സ്കാൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പം ആ സ്കാനിന് ഞാൻ സ്വപ്നം കണ്ടെങ്കിലും എനിക്ക് അതുവരെയും സെക്കൻഡ് സെറ്റ് ഓഫ് സ്കാൻസ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ അല്ലായിരുന്നു ഞാൻ. കാരണം ഞാൻ ചിന്തിച്ചു ഓൾറെഡി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഈ 3 ദിവസം കൊണ്ട് അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസം, മീൻസ് പ്രാർത്ഥനയെ വിശ്വാസം ഇല്ലെന്നല്ല, ദൈവം വഴി തുറക്കുമെന്ന്, ദൈവം ഇതിൻ്റെ മധ്യ പ്രവർത്തിക്കുമെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ രണ്ടാമത്തെ ഒരു സ്കാൻ ചെയ്യുന്നത്? അപ്പം ഞാൻ ആ രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് ഞാൻ രണ്ടാമതൊരു സ്കാൻ ചെയ്യാനുള്ള യാതൊരു ആഗ്രഹങ്ങളും എനിക്കില്ലായിരുന്നു. വേറൊരു ഹോസ്പിറ്റൽ പോയി സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്കാൻ ഞാൻ ചെയ്തില്ല, ഈ സ്കാനും കൊണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അത് കണ്ടതിൻ്റെ നെക്സ്റ്റ് ഡേ പ്രാർത്ഥന നടന്നപ്പോൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പാസ്റ്റർ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ദർശനം കാണുവാനിടയായി. അതായത് ഒരു ഹണി കോമ്പ് പോലുള്ളൊരു സാധനം എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ തെറിച്ചിങ്ങനെ പോയി വീഴുന്നു. അതിൻ്റെ മേളിൽ മൊത്തം ബോഡി ഫ്ലൂയിഡ്സും ഇങ്ങനെ വഴുവഴാന്നുള്ള ഇങ്ങനെ സ്ലൈമി ആയിട്ടുള്ള സാധനമായിട്ട് ഞാൻ ദർശനത്തിൽ കാണുക. നല്ല ആരാധനയും വളരെ ശക്തമായ ആരാധന വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കൗച്ചിലിങ്ങനെ ചാരിയിരുന്ന് ഉറങ്ങിപ്പോയി. ഇതിങ്ങനെ കണ്ടു. ഇതിങ്ങനെ നല്ലതായിട്ടൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു. അപ്പോൾ എനിക്കൊരു എംബാരസ്മെൻറ്റ് ഫീൽ ചെയ്തു. ദൈവമേ, എല്ലാവരും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുമല്ലോ, ഇവള് കിടന്ന് ഉറങ്ങുവാണല്ലോ എന്ന് ചിന്തിക്കുമല്ലോ എന്ന്. ഞാൻ കണ്ണ് തുറന്നൊരു 5 minutes കഴിയുമ്പോൾ പാസ്റ്റർ പറയുന്ന സെയിം ദർശനം. പാസ്റ്റർ പറഞ്ഞു, ഞാൻ സിസ്റ്ററിനെ കുറിച്ചൊരു ദർശനം കാണുന്നു. സിസ്റ്ററിൻ്റെ ശരീരത്തിൽ നിന്ന് ഹണി കോമ്പ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു സ്ലൈമി പോലെ. അപ്പം ഞാനിങ്ങനെ
അയ്യോ ഇതാണല്ലോ ഞാൻ 10 മിനിറ്റ്സ് മുമ്പ് കണ്ട ദർശനം. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ദൈവം ഓരോ കാര്യങ്ങളും ഓരോ ഫേസിലും എൻ്റെ കൂടെ നടന്ന് എന്നെ റീഅഷ്യൂർ ചെയ്യുകയായിരുന്നു. അതായത് നീ ഭയപ്പെടണ്ട, നീ ഒന്നും കൊണ്ട് ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ദൈവം എന്നെ റീഅഷ്യൂർ ചെയ്യുകയായിരുന്നു. അപ്പം ഞാൻ എന്ത് ദർശനം കാണുന്നുണ്ടോ അത് പാസ്റ്ററിൽ കൂടെ ദൈവം അത് പറയിപ്പിക്കും, ദൈവം അറിയിക്കും. അങ്ങനെ എന്നെ ദൈവം ഓരോ ഫേസസിലും ദൈവം എന്നെ റീഅഷ്യൂർ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ ഒരു വാക്കുപോലും മിണ്ടിയില്ല. ഞാൻ പാസ്റ്റർമാരോടോ ആരോടോ ഞാനിങ്ങനെ ദർശനം കണ്ടു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ ദർശനപ്രകാരം എന്നെ തന്നെ സമർപ്പിച്ച് അത് ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ജീവിത ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ വിട്ടുകൊടുക്കാനിടയായി. അങ്ങനെ ആ പ്രയറും കഴിഞ്ഞു. ആ പ്രയർ കഴിഞ്ഞപ്പം പെട്ടെന്ന്, അതുവരെ എനിക്ക് അങ്ങനെ ഒരു മനസ്സേ ഇല്ലായിരുന്നു അതായത് സ്കാൻ ചെയ്യണമെന്ന്. ഞാൻ പെട്ടെന്ന് അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസമായപ്പം പെട്ടെന്ന് എൻ്റെ വെളുപ്പിനായപ്പോൾ ഞാൻ ഇടയ്ക്ക് കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ചിന്ത വന്നു, രണ്ടാമത് ഒരു സ്കാൻ ചെയ്യണം. അപ്പോൾ ഈ പറയുന്നത് ഞാൻ തന്നെ ചിന്തിക്കുക, ചെയ്യേണ്ടായിരുന്നെന്നായിരുന്നല്ലോ ഞാൻ ചിന്തിച്ചത്, പിന്നെ എന്തിനാ. പക്ഷേ ശക്തമായിട്ട് എൻ്റെ ഹൃദയം പറയാം, രണ്ടാമത് ഒരു സ്കാൻ ചെയ്യണം. ഞാൻ വെളുപ്പിനായപ്പം അച്ഛനോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, അവിടെ വേറൊരു ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയണ്ട, ജസ്റ്റ് എനിക്ക് സുഖമില്ല, എനിക്കിങ്ങനെ സിംറ്റംസ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി, അടൂർ. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം സ്കാനിനുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തു, ഡോക്ടറിനെ കണ്ടു, സംസാരിച്ചു, സ്കാനിനുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തു. അന്ന് തന്നെ സ്കാൻ ചെയ്യാൻ തീരുമാനിച്ചു. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് സ്കാൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പ്രീവിയസ്ലി പുഷ്പഗിരി വെച്ച് ചെയ്ത സ്കാൻ്റെ അകത്ത് ഒരുപാട് എയിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഹീമോസ് മീൻസ് എനിക്ക് ആ വേർഡ് ഇപ്പോൾ കിട്ടുന്നില്ല. അതായത് ഫാലോപ്പിൻ ട്യൂബ്സിൽ ബ്ലഡ് കളക്ഷൻ ഉണ്ട്, ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ട്. അതായത് വളരെ വേഴ്സായിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു അത്. പക്ഷേ ഈ സ്കാൻ്റെ അത് കാണുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഇതെന്താ ഇങ്ങനെ. അപ്പം എന്ത് എയിൽമെൻറ്റ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു എൻ്റെ കൊളസ്ട്രമിക്ക് കാരണമായത്, അത് ഈ സ്കാൻ്റെ അകത്ത് കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഇത് പ്രോപ്പറായിട്ട് ഇവർ സ്കാൻ ചെയ്യാഞ്ഞത് കൊണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ സ്കാൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ സ്കാൻ ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് പറഞ്ഞു ഈ സ്കാൻ റിപ്പോർട്ടർ ആരാണെന്ന് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. റേഡിയോളജിസ്റ്റിനെ കണ്ട് സംസാരിക്കണം. കുറച്ച് തിരക്കാണ്. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയായിരുന്നു, പക്ഷേ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്കാൻ എടുത്ത് വെച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. റേഡിയോളജിസ്റ്റിനെ കണ്ട് ഞാൻ ചോദിച്ചു എനിക്ക്, അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് പ്രീവിയസ്ലി ഒരു സ്കാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എനിക്കിങ്ങനെ ഇൻഫിൽട്രേഷൻ കണ്ടിട്ടുണ്ട്, എനിക്ക് കൊളോസ്റ്റമി അഡ്വൈസ് ചെയ്തേക്കുന്നതാണ്. ഈ സ്കാൻ്റെ അകത്ത് അത് വന്നില്ലല്ലോ, എന്താ കാര്യം? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വളരെ വ്യക്തതയോടെ കോൺട്രാസ്റ്റ് ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണല്ലോ സാമ്പിൾ ഞങ്ങൾ സ്കാൻ ചെയ്തത്, ഞങ്ങൾക്ക് എന്ത് ഫൈൻഡിങ്സ് ആണ് ലഭ്യമായത് അതാണ് ഞങ്ങളിവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അതിശയം ഞാൻ അവിടെ കാണുവാനിടയായി. ഞാൻ ആ സ്കാനും കൊണ്ട് വീട്ടിൽ പോകേണ്ടതാണ്, കാരണം അന്ന് എനിക്ക് അപ്പോയിൻമെൻ്റ് ഇല്ല. പക്ഷേ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു വീട്ടിൽ ഞാൻ പോകുന്നില്ല, എന്നെ സർജറി ചെയ്യാനിരിക്കുന്ന ഡോക്ടറിനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ, എനിക്കൊന്നുകൂടെ ഒന്ന് ക്ലാരിഫിക്കേഷൻ വേണം എന്ന് ഞാനിങ്ങനെ വാശി പിടിക്കാനിടയായി. ഞാൻ നേരെ തിയേറ്ററിലോട്ട് പോയ, തിയേറ്ററിൻ്റെ സൈഡിലാണ് ഡോക്ടറിൻ്റെ OPD. ഞാൻ അവിടെ ചെന്നിട്ട് അവരുടെ അണ്ടറിലുള്ളൊരു ഡോക്ടറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ സിറിയക്കിനെ കാണണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇപ്പോൾ തിയേറ്ററിലാണല്ലോ, കാണാൻ പറ്റത്തില്ല. നമ്മൾ എത്ര മണിയാകുമ്പം പുറത്ത് വരും, അത് എപ്പം വേണേലും വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ എത്ര മണി വരെ ഇവിടെ കാണും, രാത്രി 2 മണി വരെ ഇവിടെ കാണും. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ 2 മണി വരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ റിക്വസ്റ്റ് ഓൾറെഡി തിയേറ്ററിൽ ആ പുള്ളിക്കാരി ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ½ ആൻ അവറിനുള്ളിൽ പുള്ളിക്കാരൻ വന്നു. എന്ത് പറ്റി ഫാമിലി, എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ സംസാരിച്ചു, പുഷ്പഗിരി കണ്ട സ്കാൻ്റെ റിപ്പോർട്ട്സ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ വെച്ച് സ്കാൻ ചെയ്തിട്ട് ഇത് കണ്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് അതില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം, അന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ ഇങ്ങനെ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി എൻ്റെ ശരീരത്തിൽ നിന്ന് പോയോ, ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഒരു ഡിഫറൻസ് ഞാൻ കണ്ടു. അതായത് എൻ്റെ യൂട്രസിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും, ഓവറീസിലുള്ള കാര്യങ്ങളും, ഫാലോപ്പിൻ ട്യൂബ്സിലുള്ള ഫൈൻഡിങ്സിലൊക്കെ ഒരുപാട് ഭയങ്കര കോംപ്ലക്സിറ്റീസ് ആയിരുന്നു ആദ്യത്തെ സ്കാൻ്റെ അകത്ത്. അതിൽ നിന്നും വളരെ വളരെ കുറവ് എയിൽമെൻറ്റ്സ് ആണ് സെക്കൻഡ് സ്കാൻ്റെ അകത്ത് കണ്ടത്. അപ്പോൾ അത് മാത്രമല്ല എൻ്റെ ഇൻറ്റസ്റ്റൈൻസിലോട്ട് പോയ പ്രോബ്ലം അത് വന്നില്ല, അങ്ങനെ വരാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഈ സ്കാനിൻ്റെ അകത്ത് ഇത് കണ്ടില്ലെന്നും പറഞ്ഞ് നിങ്ങൾ എൻ്റെ സർജറി ചെയ്യുമ്പം അത് അവോയ്ഡ് ചെയ്ത് വിടരുതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല സാമ്പിളി, ബി റീഅഷ്യൂർഡ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി, എല്ലാം നോക്കിയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് എല്ലാം നോക്കിയിട്ട് നോക്കും. സ്കാൻ്റെ അത് പലപ്പോഴും ഇങ്ങനെയുണ്ട്, സ്കാൻ്റെ അത് പല കാര്യങ്ങളും തെളിയത്തില്ല, പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സ്കോപ്പ് ഇടുമ്പോൾ പല കാര്യങ്ങളും വിസിബിൾ ആവും. അതുകൊണ്ട് അങ്ങനെ ഓർത്തൊന്നും വിചാരിക്കേണ്ട, ഒന്നും ഭാരപ്പെടേണ്ട, നമ്മൾ അതിൻ്റെ രീതിയിലെല്ലാം വ്യക്തതയോടെ ക്ലിയർ ചെയ്ത് വിടാം, ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ റീഅഷ്യൂറൻസ് ചെന്ന് ഞാൻ വീട്ടിലേക്ക് പോയി. അതിനുശേഷം അന്ന് തന്നെ എനിക്ക് സർജറിക്കുള്ള ഡേറ്റ് കിട്ടി. 28th ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേറ്റ്. അപ്പം ഞാനോർത്ത് ഇത്രയും കടമ്പകൾ ഞാൻ കടന്നുപോയി, ഫൈനലി എനിക്ക് ഡേറ്റ് കിട്ടിയല്ലോ, ഞാൻ ആ ഒരു ആശ്വാസത്തിലാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ഞങ്ങൾ വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു അങ്കിളിനെ വിളിക്കാനായിട്ട്. അങ്കിൾ എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും സിസ്റ്റേഴ്സൊക്കെ എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് സർജറി എന്തായി, പക്ഷേ എനിക്ക് പറയാനൊന്നുമില്ല. കാരണം ഞാൻ എന്ത് പറയാനാണ്, ഞാൻ ഈ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ മിറക്കിൾ ചെയ്യുമെന്ന് ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ സയൻസ് പറയുന്ന കൊളോസ്റ്റമി ചെയ്യണം. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു മീ ടൈം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ആരുമായിട്ട് ജസ്റ്റ് നോർമലി
എല്ലാവർക്കും അറിയാം, എന്നോട് സംസാരിച്ച ആൾക്കാർക്ക് അറിയാം. സ്കാൻ ചെയ്തു, അപ്പോയിൻമെൻറ്റ്, അത് പറഞ്ഞാൽ ഒന്നും മറച്ചു വെച്ച് സംസാരിച്ചില്ല. അതൊക്കെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അങ്കിളിനെ ഫോൺ വിളിക്കാനായിട്ട് പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ, അങ്കിൾ എനിക്ക് ഡേറ്റ് കിട്ടി 28th ആണ് കേട്ടോ എന്ന് പറയാനായിട്ട് ഇങ്ങനെ ഫോൺ എടുത്തു. പെട്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു വിളിക്കണ്ട. അപ്പം ഞാൻ തന്നെ ചോദിക്കും, ഇതെന്താ ദൈവമേ ഇങ്ങനെ വിളിക്കേണ്ടെന്ന് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത്? ഞാൻ ഫോൺ വെച്ചു. എൻ്റെ മനസ്സ് പറഞ്ഞു പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനായിരുന്നു ഇരുന്നത്. ആദ്യം പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഹൃദയം ശക്തമായിട്ട് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് പേഴ്സണൽ പ്രെയർ എൻ്റെ റൂമിലിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ കണ്ണടച്ചു. ദൈവമേ ഇപ്പോൾ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഡേറ്റ് കിട്ടിയല്ലോ, വളരെ നന്ദി എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്നൊരു ശബ്ദം ഞാൻ കേൾക്കാനിടയായി, സർജറി ചെയ്യുന്നതിന് മുമ്പ് നീ മരിക്കും. അപ്പം ഞാൻ ദൈവമേ ഇത്രയും ഞാൻ കടന്നു പോയല്ലോ, ഇനി എന്താണ് ഞാൻ ഈ കേൾക്കുന്നതെന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉറച്ചു പറഞ്ഞു, ദൈവം മരിക്കാതിരിക്കാനല്ലയോ ഞാൻ സർജറി ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പം പിന്നെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഹൃദയം ഭയങ്കരമായിട്ട്, അതായത് വളരെ സ്ട്രോങ് ആയിട്ട് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി, സർജറിക്ക് മുമ്പ് നീ മരിക്കും, നിൻ്റെ ബോഡിയിൽ ബ്ലേഡ് വെക്കുന്നതിന് മുമ്പ് നിൻ്റെ ഹാർട്ട് സ്റ്റോപ്പ് ആകും. നിൻ്റെ ശക്തമായിട്ട് ദൈവം എന്നോട് ഇടപെട്ടു. എനിക്ക് കാര്യം അറിയത്തില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എന്തുവാണിത്? ഞാൻ വളരെ ശക്തമായ അഭിഷേകത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്നു, നിനക്ക് യൂസ് ചെയ്യാനിരിക്കുന്ന മെഡിക്കേഷൻസിനോട് നീ അലർജിക്കാണ്. അനസ്തെറ്റിക് ഡ്രഗ് ശക്തമായിട്ട് ദൈവം ഇടപെട്ടു. അനസ്തെറ്റിക് മെഡിക്കേഷൻസിനോട് നീ അലർജിക്കാണ്. അനസ്തെറ്റിക് മെഡിക്കേഷൻസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളുടെ സർജറി ചെയ്യുക? ഞാൻ ആ പ്രാർത്ഥന അവിടെ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ മനസ്സ് പിന്നെയും ഭാരപ്പെടുവാനിടയായി. ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ പോകാം, ഈ സർജറി നടക്കത്തില്ല. അപ്പോൾ അച്ചാച്ചൻ ചോദിച്ചത് എന്താ കാര്യം? ഞാൻ കാര്യമൊന്നും പറഞ്ഞില്ല, എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആ ടെസ്റ്റും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. നെക്സ്റ്റ് ഡേ അഗെയിൻ ഹോസ്പിറ്റലിൽ ചെന്നു. വേറൊരു ഡോക്ടറിനെ കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ടെസ്റ്റുകൾ, എനിക്ക് അതായത് പ്രീ ഓപ്പ്, ഇൻട്രാ ഓപ്പ് ആൻഡ് പോസ്റ്റ് ഓപ്പ്, ഈ 3 ഫേസസിലുള്ള എല്ലാ മെഡിക്കേഷൻസും എനിക്ക് ടെസ്റ്റ് ചെയ്യണം. സാധാരണഗതിയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഈ ടെസ്റ്റുകൾ ചെയ്തേ പറ്റത്തുള്ളൂ. പുള്ളി ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു, ഏകദേശം ഒരു 46 ഡ്രഗ്സ് ഉണ്ട്. സാമിലി ഈ ഡ്രഗ്സ് എല്ലാം ഞാൻ എവിടെ കൊണ്ട് കുത്തിവെക്കും? ഈ 2 കൈ, നമുക്ക് കൈ ഇവിടെയാണ് നമ്മൾ ഡ്രഗ്സ് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടത്. 46 ഡ്രഗ്സും അത് വളരെ ടഫാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ഡോക്ടർ, ഞാനിത് ഈ ടെസ്റ്റ് എടുക്കാൻ ഞാൻ തയ്യാറാണ്. ദൈവം സംസാരിച്ചു. ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവം സംസാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ദൈവത്തെ മാറ്റി നിർത്താൻ തോന്നിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ എന്നാൽ നമുക്കൊരു ഡേറ്റ് എടുക്കാം, ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാറ്റർഡേ ദിവസം എനിക്ക് ഡേറ്റ് തന്നു. അപ്പോൾ നമ്മൾ ഈ ഡ്രഗ്സ് എല്ലാം കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പെയിൻഫുള്ളാണ്. കാരണം എല്ലാ ഡ്രഗ്സും വാട്ടറി അല്ല, ചിലതൊക്കെ വളരെ വിസ്കസ്, തിക്ക്, ഓയിലി മെഡിക്കേഷൻസ് ഒക്കെയാണ്. അതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടറിൽ ഇങ്ങനെ നേഴ്സസിന് എല്ലാവർക്കും അറിയാം, ഇനി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കും അറിയാം. നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടറിൽ ഒരു ബൾബ് പോലെ അതാക്കി ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യണത് വളരെ പെയിൻഫുള്ളാണ്. ആ പെയിൻ നമ്മുടെ ഹൃദയത്തിലോട്ട് സ്റ്റാബ് ചെയ്യും. എന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ആ ഡ്രഗ്സ് എല്ലാം കുത്തിവെച്ചു. അത് കുത്തിവെച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എനിക്ക് കൈയൊന്നും പൊക്കാൻ വയ്യ. എനിക്ക് മനസ്സിലായി ഇത് മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് എനിക്ക് അലർജിക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കംഫർട്ടബിളായിട്ടിരിക്കും. അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഈ കൈ എനിക്ക് ഒട്ടും പൊക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. ഈ കൈ സ്വല്പം ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ റൈറ്റ് ഹാൻഡും കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ പൊക്കി നോക്കിയപ്പോൾ ടെസ്റ്റ് പാച്ച് തന്നിരിക്കുന്നതെല്ലാം വളരെ വലിയ പപ്പടം പോലെ ഇങ്ങനെ വലുതായിട്ട് ബൾജി ആയിട്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലായി ഈ മെഡിക്കേഷൻസിനോടെല്ലാം ഞാൻ അലർജിക്കാണ്. ദൈവം എന്നെ അറിയിച്ചത് എത്ര കറക്റ്റാണെന്ന്. ദൈവത്തോട് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയില്ല, ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. എന്നിട്ട് റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് അങ്കിളിനെ ഞാൻ കാണിച്ചാണ്. അങ്കിൾ വന്നപ്പോൾ റിപ്പോർട്ടിനകത്ത് മെയിൻ മെഡിക്കേഷൻസിനോടെല്ലാം ഞാൻ സ്ട്രോങ്ലി പോസിറ്റീവ് അലർജിക്കാണ്. എന്നെ സർജറി ചെയ്യാനായിട്ട് ഒരു മെഡിസിൻ പോലും ഇല്ല. അന്നേരം ഞാൻ പെട്ടെന്ന് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി. അയ്യോ, ഇനി എൻ്റെ സർജറി എങ്ങനെ നടക്കും? ഞാൻ പെട്ടെന്ന് ആ റിസൾട്ടും കൊണ്ട് PSC, അതായത് പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിൽ എന്നെ കൺസൾട്ട് ചെയ്യുന്ന ഒരു അനസ്തെറ്റിക് കൺസൾട്ടൻ്റ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ നീ വന്നാലും അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കണ്ട, നീ എന്നെ ഒന്ന് നേരിട്ട് കണ്ടോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ആ ഡോക്ടറെ അടുത്ത് പോയി. ലക്കിലി അവരവിടെ ഉണ്ടായിരുന്നു. അവർ വന്നു. അവരെന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട. അവരും വളരെ വെറീഡായി. മാം പറഞ്ഞു, സാമിലി എനിക്ക് എന്നാ പറയണമെന്നറിയത്തില്ല. എന്നിട്ട് അവർ അത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം നിൻ്റെ കൂടെയുണ്ട്, യു ആർ എ ബ്ലെസ്സഡ് പേഴ്സൺ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഇത്രയും പ്രതിസന്ധികൾ കൂടെ കടന്നു. എനിക്ക് സർജറി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇനി സർജറി ചെയ്യാൻ ഡിലേ ചെയ്യുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും എല്ലാവരും ജയിക്കൊണ്ടിരിക്കും. ഞാൻ എങ്ങനെയാണ് ബ്ലെസ്സഡ്? ദൈവത്തോട് ചോദ്യം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞു, വെറും 2 മെഡിക്കേഷൻസ് ഉണ്ട്, അത് തന്നിട്ട് നിന്നെ സർജറി ചെയ്യാൻ പറ്റും, പക്ഷേ ലാപ്രോസ്കോപ്പിക് ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പൺ സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ?
ഡീസെൻസിറ്റൈസ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ എന്താ. അപ്പോൾ അവർ പറഞ്ഞത് വളരെ റിസ്ക്കിയാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നീ സമാധാനത്തോടെ ഇരിക്കുക, 2 മെഡിസിൻസ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നിന്നെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം, നിൻ്റെ ലൈഫ് ഞങ്ങൾക്ക് സേവ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ സർജിക്കൽ കൺസൾട്ടൻറ്റ്, ഗൈനി സർജറി കൺസൾട്ടൻ്റ് അടുത്ത് പോയിട്ട് അങ്ങനെ ഡേറ്റ് എടുത്തു. അങ്ങനെ സെക്കൻഡ് ഒരു ഡേറ്റ് എടുത്തു, അതായിരുന്നു 31-ാം തീയതി. എന്നിട്ട് ഡേറ്റ് 31-ാം തീയതിക്ക് 3-4 ഡേയ്സ് മുമ്പ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ ഈ മൾട്ടിപ്പിൾ ഡ്രഗ് അലർജി ഹൈ റിസ്ക് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ ഞാൻ അവിടെ അഡ്മിറ്റ് ആകണം. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് എന്ത് പരീക്ഷണമാണ്, എങ്കിലും നീ എന്നെ വഴി നടത്തിയല്ലോ, ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. മുമ്പോട്ടുള്ള യാത്രയിൽ നീ കൂടെ ഇരിക്കണം, മരണത്തിന് നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ലെന്ന് എനിക്കറിയാം, ഞാൻ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ 4 ഡേയ്സ് മുമ്പ് ഒരു സൺഡേ ഈവനിങ്ങിൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അങ്ങനെ അഡ്മിറ്റായി കഴിഞ്ഞപ്പം ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തപ്പം ബോഡി അണ്ടർ സ്ട്രെസ് ആയതുകൊണ്ട് ബ്ലഡ് ഷുഗർസൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിനുള്ള മെഡിസിൻസ് എടുത്ത് അത് പെട്ടെന്ന് കൺട്രോൾ ചെയ്തിട്ട് സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ കൺട്രോളായി. ഞാൻ സർജറിക്ക് പോകാനായിട്ട് പ്രിപ്പയർ ആവുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ 3 ദിവസം പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാനിങ്ങനെ വളരെ വിഷമിച്ച്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദൈവത്തോട് ഇങ്ങനെ ആലോചന ചോദിക്കാറുണ്ട്. ഞാനിങ്ങനെ ആലോചന ചോദിച്ചപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഈ ഒരു ഫേസിൽ കൂടെ പോയ ഫസ്റ്റ് ടൈം ദൈവം എനിക്കൊരു ഡെലിവറൻസിൻ്റെ വചനം എനിക്ക് തന്നു. എനിക്ക് എൻ്റെ ഒരു വെളിച്ചം എൻ്റെ ജീവിതത്തിൽ വീശുന്ന പോലെ എനിക്ക് തോന്നി. കാരണം അതിന് മുമ്പ് ഞാൻ എപ്പം ബൈബിൾ തുറന്നാലും മരിക്കുമ്പോൾ നമ്മളെ മരണത്തിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മുടെ സോളിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതൊക്കെയാണ് ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ 3 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രെയറിന് മുമ്പ് ഞാൻ ആ ഓൺകോളജിയുടെ അപ്പോയിൻമെൻറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതിന് തലേരാത്രി ഞാനിങ്ങനെ വായിച്ചപ്പോൾ ദൈവം അന്ന് എനിക്ക് ഡെലിവറൻസ്, അതായത് ദൈവം നിന്നെ വിടുവിക്കും, ഒരു ദുശക്തിയും നിൻ്റെ മേൽ അധികാരം പ്രാപിക്കില്ല എന്നുള്ളൊരു വചനം എനിക്ക് തന്നു. എനിക്കത് വളരെ റീഅഷ്വറിങ് കഴിഞ്ഞ് അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ സർജറി ഡേറ്റ് എടുത്തു. 31st ആയി. കൺസെൻ്റ് എടുത്തേക്കുന്ന കൊളോസ്റ്റമി ചെയ്യണം, കൊളോസ്റ്റമി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. എനിക്കറിയാം ഒരു സൈഡിൽ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ചെയ്യേണ്ട വരത്തില്ല. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ, എന്തെങ്കിലും ഒരു ഡീപ്പ് ഇഞ്ചുറി ചെയ്യേണ്ട വന്നാൽ കൊളോസ്റ്റമി ചെയ്യേണ്ട വരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യെസ് മോളി, പക്ഷേ എനിക്കറിയാം എൻ്റെ ദൈവം അത് അനുവദിക്കത്തില്ല എന്ന്. ഞാൻ അന്ന് 31st രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഷവറൊക്കെ ചെയ്ത് തിയേറ്ററിൽ പോകാനായിട്ട് ഞാൻ റെഡിയായിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ചു. ഞാനിങ്ങനെ വചനം തുറന്നപ്പോൾ ദൈവം നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല, ദൈവത്തിൻ്റെ പ്രോമിസ് ഒരു നാളും മാറിപ്പോകുകയില്ല, അത് ദൈവം എന്നോട് ശക്തമായിട്ട് വചനത്തിൽ കൂടെ പറഞ്ഞു. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, അതിന് പ്രകാരം ഞാൻ സമർപ്പിച്ചു. അങ്ങനെ എന്നെ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഒരു ഒബ്സർവേഷൻ യൂണിറ്റിൽ വെച്ചു. അവിടെ വെച്ച് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് എന്നെ തിയേറ്ററിലോട്ട് എടുക്കുക. അപ്പം ഇത് ഒബ്സർവേഷൻ യൂണിറ്റ് ആണെങ്കിൽ അവിടെയാണ് തിയേറ്റർ, കാരണം അതെപ്പോഴും ലേഔട്ട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ തിയേറ്ററിൽ പോകാനായിട്ട് എൻ്റെ കൂടെ നേഴ്സ് അക്കമ്പനി ചെയ്തു. ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ റിലാക്സ്ഡാണ്. ഞാൻ തിയേറ്ററിലോട്ട് പോകാൻ എഴുന്നേറ്റ് നടന്നപ്പം പെട്ടെന്ന് എൻ്റെ 2 കാലുകൾക്കും ബലം പോകുന്ന പോലെ തോന്നാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് യേശുവിൻ്റെ നാമത്തിൽ രക്തം ജയം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ കാലുകളിൽ ഞാൻ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പം പെട്ടെന്ന് എൻ്റെ നേഴ്സ് എന്നോട് ചോദിച്ചു, എന്ത് പറ്റി സാമിലി? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ കാലിന് ബലം പോകുന്നപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നീ ഒരു ഹൈ റിസ്ക് അല്ലേ, നിനക്ക് നിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അപ്പം നീ ചിലപ്പം പാനിക്കായിരിക്കും. ഞാൻ പറഞ്ഞല്ല, ഞാൻ വളരെ റിലാക്സ്ഡാണ്, എനിക്ക് ഒരു പാനിക്കും ഇല്ല. ഞാൻ ആ നേഴ്സിനോട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ഒട്ടും പാനിക്കല്ല എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാലിന് പിന്നെയും ബലം ക്ഷയിക്കുന്നു. അപ്പം പുള്ളിക്കാരി ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ നടന്ന് തിയേറ്ററിൻ്റെ എൻട്രൻസിലെത്തി. അപ്പോൾ എന്നെ വെൽക്കം ചെയ്യാനായിട്ട്, കാരണം ഞാനൊരു വളരെ ഹൈ റിസ്ക് പേഷ്യൻ്റാണ്, വളരെ ഹൈ റിസ്ക് കൺസേൺസൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പി ആയിട്ട് എന്നെ ചിയർ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടീംസും അവിടെ ഉണ്ട്. അനസ്തെറ്റിക് ടീം, സർജിക്കൽ ടീം, ഗൈനി സർജിക്കൽ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും എന്നെ തിയേറ്ററിലേക്ക് വെൽക്കം ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ട് എന്നെ കണ്ടപ്പോൾ എന്നോട് എൻ്റെ കൺസൾട്ടൻറ്റ് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഐ ഫീൽ സോ മിസറബിൾ, എനിക്ക് എന്തോ ടെറിബിളായിട്ട് ഫീൽ ചെയ്യുന്നു, എനിക്ക് എന്തോ അസ്വസ്ഥ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് തിയേറ്റർ ടേബിളിൽ കിടന്നോളാൻ പറഞ്ഞു. എന്നെ പിടിച്ചവരെന്നെ കിടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, മരണത്തിന് മേൽ അധികാരം നിനക്ക് മാത്രമാണുള്ളത്, ശത്രുവിനില്ല. എൻ്റെ മേൽ അധികാരം നിനക്കാണുള്ളത്. നീ എനിക്ക് തന്ന വാഗ്ദത്തം ഇന്ന് രാവിലെ ഞാൻ ബൈബിൾ വായിച്ചത് ഏറ്റെടുത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ്. അറിഞ്ഞ നാൾ മുതൽ, അറിവായ നാൾ മുതൽ ഞാൻ ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ചാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. നിൻ്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, അതിന് പ്രകാരം നീ പ്രവർത്തിച്ചേ മതി, അതുപോലെ എൻ്റെ മേൽ ശത്രുവിന് അധികാരമില്ല എന്ന് പറഞ്ഞാൽ എന്നെ മുദ്രയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ ഡോക്ടേഴ്സൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, കാരണം
ഞാൻ പറഞ്ഞു നിങ്ങൾ 5 to 10 minutes എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു പേഷ്യൻറ്റിനെ ടേബിൾ എടുത്ത് കഴിയുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ തുടങ്ങും. പക്ഷേ എൻ്റെ വയറ്, എൻ്റെ ബ്ലാഡറൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ പോകുന്നുള്ള ഫീലിംഗ് എനിക്ക് വരാൻ, ഒരു ഡെത്ത് പാങ്സ് പോലെ ശത്രു എന്നെ അലട്ടാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ശത്രു എൻ്റെ ലൈഫിനെ നോട്ടം വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ താങ്ക് യു ലോർഡ് ഫോർ ദിസ് ബ്ലെസ്സഡ് ഡേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ സ്വയം പ്രാർത്ഥിച്ചതിൽ എൻ്റെ നാവിൽ അങ്ങനെ വന്നത്. ശത്രുവിന്മേൽ ജയം കൊണ്ടൊരു ദിവസം, മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചൊരു ദിവസം എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത് അന്ന് രാവിലെ. എനിക്ക് ദൈവം എന്നെ വിടുവിക്കുന്നു, എനിക്ക് വിടുവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു. ഞാനത് തന്നെ തിയേറ്ററിൽ ഞാൻ പറഞ്ഞു, ശത്രുവിന് എൻ്റെ മേൽ അധികാരമില്ല, മരണത്തിന് എൻ്റെ മേൽ അധികാരമില്ല, മരണത്തിൻ്റെ ജയം കൊണ്ട ദൈവമാണ് നിന്നെയാണ് ഞാൻ സേവിക്കുന്നത്. നിൻ്റെ ശക്തി ഈ നിമിഷം ഇവിടെ നീ കാണിച്ചു തരണം, നിൻ്റെ മഹത്വം ഇവിടെയും വെളിപ്പെടുത്തണം എന്ന് ഞാൻ ശക്തമായിട്ട് ഞാൻ എന്നെ മുദ്രയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, 5 minutes കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ കംഫർട്ടബിളായി. ആ ഡോക്ടേഴ്സ് പറഞ്ഞു നീ ഓക്കെ ആയോ? ഞാൻ പറഞ്ഞു അതെ ഞാൻ ഓക്കെ ആയെന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ നമുക്ക് സർജറിക്കുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അനസ്തെറ്റിക് ഡ്രഗ്സ് തന്നു. എനിക്ക് പെയിൻ ഒന്നും ഫീൽ ചെയ്യാതെ സ്പൈനൽ അനസ്തീഷ്യ ആയിരുന്നു, അതൊക്കെ തന്നു. അപ്പം ഞാൻ സ്പൈനൽ അനസ്തീഷ്യ തരുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആയിരിക്കും. കാരണം ജനറൽ അനസ്തീഷ്യ ആണെങ്കിൽ ഞാൻ ആർട്ടിഫിഷ്യൽ ഡെത്താണ് അവിടെ, അപ്പം വെന്റിലേറ്റർ ഇട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കും. ഇവരെൻ്റെ അബ്ഡമൻ തുറന്നു കഴിയുമ്പം അത് കണ്ടു ഇത് കണ്ടു, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ എനിക്കതൊന്നും കേൾക്കണ്ട എന്നിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളത് കേൾക്കും, കാരണം ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടാണല്ലോ സർജറി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് 2 hours എനിക്ക് ഉറങ്ങാനുള്ള മരുന്ന് തന്നു, അനസ്തെറ്റിക് തന്നു, ടമ്മിയുടെ താഴോട്ട് എന്നെ നമ്പ് ചെയ്തു. അവർ സർജറി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഉറക്കത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പം അനസ്തെറ്റിക് കൺസൾട്ടൻ്റ് ഓക്കെ ആണോ സാമിലി? ഞാൻ പറഞ്ഞു അതെ ഓക്കെ, എന്നാൽ നീ ഉറങ്ങിക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉറക്കമൊക്കെ പോയി. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഈ ഡോക്ടേഴ്സ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. കാരണം ഇങ്ങനെ ഒരു ടേബിൾ തൊട്ടടുത്തല്ല ഡോക്ടേഴ്സ് നിൽക്കുന്നത്, എനിക്ക് സംസാരിക്കുന്നത് കേൾക്കാം. പക്ഷേ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. അപ്പം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ടെൻഡൻസി ഉണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ഇവരെന്താണ് പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അവർ വളരെ ശബ്ദത്തിലുമാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ഞാൻ കോൺഷ്യസ് ആണ്, ഉറങ്ങുന്നൊന്നുമില്ല, കൈയൊക്കെ അനക്കി ഇങ്ങനെ മോണിറ്ററിലൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ മിണ്ടാതെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഞാൻ കിടന്നപ്പോൾ പെട്ടെന്ന് ദൈവം എനിക്ക് 2 കാര്യം കേൾപ്പിച്ച് തന്നു. അയ്യോ ബവൽ ഓക്കെയാണെന്ന്. അപ്പം ആ ബവൽ ഓക്കെയാണെന്ന് ദൈവം എനിക്ക് കേൾപ്പിച്ചത് എന്തിനാണെന്ന് എനിക്കറിയാം. കാരണം ആ ബവലിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്ക് കൊളോസ്റ്റമി ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു വാക്ക് ബവൽ എന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ബവൽ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ വെച്ച് കേട്ടു. ബവൽ ഓക്കെയാണ്, ഒന്നും ചെയ്യണ്ട എന്ന് എൻ്റെ കൺസൾട്ടൻറ്റ് പറഞ്ഞ് ഞാൻ കേൾക്കാനിടയായി. ഞാൻ ദൈവത്തോട് അവിടെ കിടന്നുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു. അതിന് ശേഷം ഞാൻ കേട്ടത് ബ്ലാഡറിലൊന്നും ചെയ്യേണ്ട, ബ്ലാഡർ ഓക്കെയാണ്. അപ്പം ഞാൻ തിയേറ്ററിൽ കയറാൻ തരാൻ എൻ്റെ ബ്ലാഡറും പോലും പൊട്ടിത്തെറിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാനിടയെ ഞാൻ മനസ്സിലാക്കി ശത്രു എന്നെ വളരെയധികം വരയുന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവം അതിന് അനുവദിച്ചില്ല. അപ്പോൾ ഈ 2 ബാക്കി ഡോക്ടേഴ്സ് പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഈ 2 വാക്ക്, അതായത് ബവലും ബ്ലാഡറും ഓക്കെയാണ് എന്ന് അത് മാത്രം ഞാൻ വ്യക്തതയോടെ കേട്ടു. ഞാൻ ദൈവത്തോട് അവിടെ കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. എനിക്ക് ദൈവത്തോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ സർജറി കഴിഞ്ഞു എൻ്റെ വൂണ്ടൊക്കെ ക്ലോസ് ചെയ്തു. അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പെയിൻ ഇല്ല, ബട്ട് നമുക്കത് ഫീൽ ചെയ്യും. വൂണ്ടൊക്കെ ക്ലോസ് ചെയ്തിട്ട് എന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ട്രോളിയിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അനസ്തീഷ്യയുടെ കൺസൾട്ടൻറ്റും എന്നെ സർജറി ചെയ്ത കൺസൾട്ടൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, യു ആർ എ ബ്ലെസ്സഡ് പേഴ്സൺ, ദൈവം നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് ഞങ്ങൾ കൊളോസ്റ്റമി ചെയ്തില്ല. എനിക്ക് എങ്ങനെ ദൈവത്തോട് നന്ദി പറയണമെന്നറിയില്ല. ദൈവത്തിൻ്റെ അതിശയ പ്രവൃത്തി, ദൈവം എന്നോട് എന്ത് വാഗ്ദത്തം ചെയ്തു അത് തന്നെ ദൈവം നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഞാൻ അവരോട് നന്ദി പറഞ്ഞു. അങ്ങനെ അവിടെയും പിന്നീടും ശത്രു എന്നോട് പ്രവർത്തിക്കാനിടയായി. പക്ഷേ എനിക്കറിയാം ഓരോ ഘട്ടത്തിലും ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. ദൈവം ട്രയൽസ് എനിക്ക് അനുവദിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ കൂടുതലായി വിശ്വസിക്കാനും കൂടുതൽ അനോയിന്റഡ് ആകുവാൻ വേണ്ടിയിട്ടും. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവം എന്നോട് ആദ്യം മുതൽ പറഞ്ഞിരുന്നു. അതായിരുന്നു, അതിലേക്ക് എന്നെ വഴിതിരിക്കുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. സർജറി കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ ഒബ്സർവേഷൻ യൂണിറ്റിൽ വന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് അവേഴ്സ് നമുക്ക് നമ്പനെസ് ഉള്ളതുകൊണ്ട് പെയിൻ അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഈവൻ പാരസെറ്റമോളിനോട് പോലും ഞാൻ അലർജിക്കാം. എനിക്ക് പെയിൻ മെഡിക്കേഷൻസ് ഒന്നും തരാൻ പറ്റാത്തൊരവസ്ഥ. വെറും 1-2 ഡ്രഗ് മാത്രമേ ഉള്ളൂ എനിക്ക് സൂട്ടബിളായത്. അതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നത് വെറും 3 to 4 hours ആണ്. പക്ഷേ ഈ 3 to 4 hours കഴിയുമ്പോൾ ഈ ഡ്രഗ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എവറി 8 hours ആണെങ്കിൽ 8 hours ശേഷം മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 4 hours കഴിഞ്ഞ് പെയിൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ നമ്പനെസ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പെയിൻ വളരെ അതായത് ആ റോ പെയിനാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും വലിയൊരു ഇൻസിഷനാണ്. ആ റോ പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ കിടന്നിങ്ങനെ കരഞ്ഞു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കൺസൾട്ടൻ്റ് അവിടെ അനസ്തേഷ്യ കൺസൾട്ടൻറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ കാൻ ടേക്ക് ഇറ്റ് എനിമോർ, എനിക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴവർ
ഞങ്ങൾ നോക്കട്ടെ, വേറെ എന്തെങ്കിലും മെഡിസിൻ നിനക്ക് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഒരു പ്രോസസ്സിൽ പോയപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇതെന്താണ്? എല്ലാ ഘട്ടത്തിലും നീ നിൻ്റെ മഹത്വം നീ വെളിപ്പെടുത്തി, ഇവിടെ നീ വെളിപ്പെടുത്തണം. പെട്ടെന്നൊരു ശബ്ദം ഞാൻ കേട്ടു, ഞാൻ സഹിച്ച വേദന ഇതിലും വലുതാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ശബ്ദം കേട്ടു, ഞാൻ നിനക്ക് വേണ്ടി സഹിച്ച വേദന ഇതിലും വലുതാണ്. പെട്ടെന്ന് എൻ്റെ കണ്ണു മുമ്പിൽ ക്രൂശും ദൈവം ഇങ്ങനെ കിടക്കുന്നതുമായ എൻ്റെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, എന്നെ ദൈവം ആശ്വസിപ്പിച്ചു. വേദന ഉണ്ടെങ്കിലോ വേദനയുടെ മധ്യം ദൈവം എന്നെ താങ്ങി, എന്നെ ബലപ്പെടുത്തി. പിന്നീട് എനിക്ക് 2 ഷോട്ട്സ് ബ്ലോക്ക് എന്ന് പറയും, അതായത് ഡയറക്റ്റ് നല്ല ലെങ്തി ആയിട്ടുള്ള നീഡിൽസ് എടുത്ത് ഡയറക്റ്റ് അബ്ഡമൻ മസിൽസിലോട്ട് ഇങ്ങനെ ഡയറക്റ്റ് കുത്തും. അനസ്തെറ്റിക് മെഡിക്കേഷൻസ് ഡയറക്റ്റ് കുത്തും, ഇഞ്ചെക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള 2 ഷോട്ട്സ്. അങ്ങനെയാണ് എൻ്റെ പെയിൻ റിലീവ് ചെയ്തുകൊണ്ടിരുന്നത്. അതർവൈസ് എനിക്ക് ഒരു മെഡിക്കേഷൻസും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്ന മെഡിക്കേഷൻസിന് വലിയ ഷെൽഫ് ലൈഫില്ല, അതിന് വലിയ എഫക്റ്റ് ഇല്ലാത്തതാണ്. അങ്ങനെ ആ വേദനയിൽ കൂടെയും പോയപ്പോൾ ദൈവം എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിലേക്ക് ഷിഫ്റ്റ് ആയപ്പോഴും അവിടെയും ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തി. ഈ മെഡിസിൻസിൻ്റെ ആശ്രയത്തിലാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തത്. ഞാൻ ഈ മെഡിസിൻ കിട്ടുന്ന സമയം ഞാൻ നോക്കിയിരിക്കും, കാരണം എനിക്ക് പെയിൻ നന്നായിട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റത്തില്ല. ഞാനന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹം ത്രൂ ഔട്ട് ദിസ് ഈ എല്ലാ ഇൻസിഡൻറ്റ്, ഈ എല്ലാ സമയത്തിലും ദൈവത്തിൻ്റെ ആ സ്നേഹം എന്നിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വേദനകൾക്കും എൻ്റെ മനസ്സിനും ആശ്വാസം പകർന്നു. അങ്ങനെ ദൈവം എൻ്റെ കൂടെ നടന്നു. എന്നിട്ട് ഞാൻ ഡിസ്ചാർജ് പ്ലാൻ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ അന്നേരമാണ് ഞാനൊന്ന് ആങ്ഷ്യസ് ആയത്. വീട്ടിൽ പോകുമ്പം ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒന്നും കിട്ടത്തില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ധൈര്യമുണ്ട്, ദൈവം എനിക്ക് വഴി ഓർക്കും. ഇവിടം വരെയും ദൈവം വഴി നടത്തില്ല, പിന്നെ ഞാൻ എന്തിനാണ് സംശയിക്കുന്നത്? അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വീട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പും ഞാൻ ഇഞ്ചെക്റ്റബിൾ മെഡിസിൻ 3 അവറിൻ്റെ ഒരു ഇഞ്ചക്റ്റഡ് മെഡിസിൻ എടുത്തിട്ടാണ് ഞാൻ വാഹനത്തിലേക്ക് കയറുന്നത്. അങ്ങനെ വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞപ്പം ഞാൻ വളരെ നോർമലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് അപ്പോൾ എന്നോട് പപ്പ ചോദിച്ചു, വേദനയുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല പപ്പ, എനിക്ക് വേദനയൊന്നുമില്ല, എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനോർത്ത് ഈ മെഡിസിൻ കിട്ടിയതിൻ്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ടല്ലേ. വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ വളരെ ഈസി ആയിട്ട്, അതായത് ബെഡിൽ നിന്നൊക്കെ നന്നായിട്ട് എഴുന്നേക്കാൻ പറ്റുന്നു, വാഷ്റൂമിൽ പോകാൻ പറ്റുന്നു, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 3 മണിക്കൂർ മുമ്പ് ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ദൈവം അതിശയകരമായി എന്നെ വഴി നടത്തി, എന്നെ അങ്ങനെ റിക്കവറിലേക്ക് ദൈവം എന്നെ നയിച്ചു. അങ്ങനെ ദൈവം എന്നെ മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ദൈവം ചെയ്ത വാഗ്ദത്തത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ മനസ്സിലാക്കി ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഹീസ് പ്രിപ്പയറിങ് മീ ഫോർ സംതിങ്. ദൈവത്തിൻ്റെ വേലയ്ക്കായി അതെന്നോട് ദൈവത്തിൻ്റെ ഒരു കോളിംഗ് എനിക്കുണ്ട്. പക്ഷെ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ആകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇനി ഇത് പീക്ക് ടൈമാണ് എനിക്ക് മുമ്പിൽ. ഇനി എൻ്റെ മുമ്പിൽ സമയമില്ല എന്ന് ദൈവം തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. പറ്റുന്നത് പോലെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എൻ്റെ ഹൃദയം ശക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കുടുംബത്തിനെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് അച്ചാച്ചനോടും ദൈവം സംസാരിച്ചു, മോളോടും ദൈവം സംസാരിച്ചു. അങ്ങനെ ഞങ്ങളങ്ങനെ ദൈവസ്ഥാനത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു. അങ്ങനെയുള്ള മുമ്പോട്ടുള്ള ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മളാൽ കഴിയുന്നത് സമയം വ്യർത്ഥമാകാതെ ദൈവത്തിന് വേണ്ടി എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി എന്നെ എക്യുപ്പാക്കട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.